ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ 23-ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അവസാന യോഗങ്ങളും അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെയും ഇവിടെ ഉണ്ടായിരുന്നു, കൊച്ചുമക്കൾ. അപ്പം അതുകൊണ്ട് പല ബന്ധപ്പാടിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ക്ലാസ് നടക്കാൻ സാധിച്ചില്ല. എങ്കിലും എല്ലാ സഭകളിലും ഉപവാസ പ്രാർത്ഥനയും അവസാന യോഗവും നടക്കുന്നതിനാൽ എല്ലാ സഭകളും വളരെ ബന്ധപ്പാടിലായിരുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ എല്ലാവരെയും കാണുവാൻ ദൈവം ഒരുക്കിയ സന്ദർഭത്തിനായി സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ക്ലാസ് പാസ്റ്റർ SI ഓർത്ത് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഡോണ്, ഏഞ്ചൽ, ഇവരെല്ലാം ഓർത്ത് മഹത്വപ്പെടുത്തുന്നു. കുടുംബത്തെ ഓർക്കുന്നു, വൈഫിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി അവർ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കൊണ്ട് സമർപ്പിക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന് കുടുംബമാണ്. ദൈവം അവരെ കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ബൈബിൾ വായനയിൽ സഹായിക്കാൻ തക്കോണം സിസ്റ്റർ റോസമ്മ, അതുപോലെ ഏഞ്ചൽ മോൾ, ഇവരെല്ലാം ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഇന്ന് രാത്രി കാലവും നമ്മളോട് തുറന്ന് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. കഴിഞ്ഞൊരു വർഷം നമ്മളെ വിട്ട് കടന്നുപോയി. ഒരു പുതിയ വർഷത്തിലേക്ക് നമുക്ക് പാദങ്ങൾ വയ്ക്കുവാനും യാത്ര ചെയ്യുവാനും ദൈവം ഒരുക്കി തന്ന സന്ദർഭത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിക്കാലം പാട്ടുപാടിയ വിജയും ഫിബിയാമോളി ഓർത്ത് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകാരായി പവർ വിഷനിലും മറ്റും പാടുവാൻ തക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിച്ചു. പ്രകാരം അവർ പാടിക്കൊണ്ടിരിക്കുന്നു. ദൈവം അവരെ ഈ നാളുകളിൽ കരങ്ങളെടുത്ത് വിവിധ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വയനാട്ടിൽ നിന്ന് പാസ്റ്റർ മനോജും നമ്മുടെ മധ്യയുണ്ട്. ദൈവം തന്റെ ദാസനെ അനുഗ്രഹിക്കുമാറ്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയം പാഠപുസ്തകത്തിന്റെ 1-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ് വായിക്കാം. അതിന്റെ കാര്യമേ എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഇവിടെ വായിക്കുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പാതാളം എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, അതിന്റെ താക്കോൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്നെന്നാണ് പറഞ്ഞത്. യേശു ക്രിസ്തു യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ 12 ദിവ്യ വിശേഷതകളോടുകൂടിയാണ് യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടത്. നമ്മളതിന്റെ ഓരോ ഭാഗങ്ങളും പഠിച്ചു. 11 വിഷയങ്ങളും നമ്മൾ പഠിച്ചു. 12-ാമത്തെ വിഷയത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ഒന്നാമത്തെ വിശേഷതകൾ എന്ന് പറയുന്നത് നിലയങ്കി ധരിച്ച്, യേശു നിലയങ്കി ധരിച്ചിരിക്കുന്നു. അതിന്റെ വ്യാഖ്യാനമെല്ലാം ഞാൻ പറഞ്ഞാണ്. പരീക്ഷയ്ക്ക് വരുന്ന അനുഭവം. 2, മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. 3, തലയും തലമുടിയും വെളുത്ത മഞ്ഞ് പോലെ. 4, അഗ്നിജ്വാലിക്കത്ത കണ്ണ്. 5, ഉലയിൽ തൊട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായ കാല്. 6, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. 7-ാമത്തെ വിഷയം, അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. 8-ാമത്തെ വിഷയം, വായിൽ മൂർച്ചയേറിയ ഇരുവായ്ത്തോടുള്ള വാളുണ്ട്. 9-ാമത്തെ വിഷയം, മുഖം സൂര്യനെ പോലെ. 10-ാമത്തെ വിഷയം, ആദിനും അന്തിനുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. 11-ാമത്തെ വിശേഷത, എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ. അതാണ് അടുത്ത വിശേഷം, എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ. ഇതിന് വലിയ ആത്മീയാർത്ഥമുണ്ട്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം മരിച്ചുപോയി. എന്നാൽ മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റ യേശു എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണം അവനെ ഒതുക്കാൻ തക്കൊന്നും സാധിച്ചില്ല. 12-ാമത്തെ വിശേഷതകളാണ് ഇപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു. പാതാളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാൻ തക്കണം തുടങ്ങി. ഞാൻ ഓടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പാതാളത്തെക്കുറിച്ച് പറഞ്ഞ വിഷയം 2 ആഴ്ചത്തെ ഗ്യാപ്പ് വന്നുകൊണ്ട് നിങ്ങൾ പലരും മറന്നു കാണും. അല്പം ഒന്ന് ആവർത്തിച്ചിട്ട് അതിൻ്റെ ഒരു 2 മണിക്കൂർ നേരത്തെ ക്ലാസ് ഉണ്ടത്. അതുകൊണ്ട് നിങ്ങൾ അത് വളരെ ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കണം. അപ്പം അവിടുത്തെ സമയം രാത്രി 9 ആകാൻ പോകുന്നു.
ഉറക്കത്തിന്റെ ഒക്കെ ക്ഷീണം നിങ്ങൾക്ക് എണ്ണുമായിരിക്കും, കിടക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയിലായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ 1 മണിക്കൂർ ആരും ഉറങ്ങല്ല കേട്ടോ. എല്ലാവരും നല്ല സന്തോഷത്തോടും ചെരിയോടും കൂടെ ഇരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. കഴിയുന്നു എല്ലാവരും വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ, എല്ലാവരും ഒക്കെ ഒന്ന് കാണട്ടെ, പുതിയ വർഷത്തിൽ കാണട്ടെ. നമുക്ക് അന്യനും കാണത്തക്ക നിലയിൽ ദൈവം നല്ല ആകൃതി തന്ന്, നല്ല സൗന്ദര്യം തന്ന്, നമുക്ക് നല്ല പുഞ്ചിരി തന്ന് ദൈവം നമ്മളെ ഈ പുതിയ വർഷം വരെ സൂക്ഷിച്ചില്ലേ. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് വെളിപ്പെടാൻ തക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ബുദ്ധിമുട്ട് കാണിക്കുന്നത്? എത്രയോ പേര് അങ്ങനെയുള്ള അവസ്ഥയല്ലാതെ ഹോസ്പിറ്റലിലും എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിലും തളർന്നു കിടക്കുമ്പോൾ നമുക്ക് ഇത്രത്തോളം ആരോഗ്യവും സൗഖ്യവും ദൈവം തന്നില്ലേ. ദൈവം എല്ലാം നന്നായിട്ടാണ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഇപ്പൊ എന്റെ കാണുന്നല്ലോ പുറകിലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരുന്നേനെ? എന്നെ കാണാൻ തക്കം തന്നെ ഒരു വിരൂപതയില്ലേ, അല്ലെങ്കിൽ എന്റെ ചെവി ഈ ഇവിടെ ഞാനും ആയിരുന്നെങ്കിൽ ഇത് തന്നെ അതാണ്. ഇപ്പൊ ദൈവം എല്ലാം എത്ര മനോഹരമായി നമ്മളെ സൃഷ്ടിച്ചു. എന്റെ മൂക്ക് ഇതായിരുന്നെങ്കിലോ നിങ്ങളെന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നേനെ. നമ്മളെല്ലാം നല്ല നിലയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. 2-3 അധ്യായം കൂടെ തീർന്നു കഴിയുമ്പോഴാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. 15 വർഷത്തേക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിന് ജയിക്കുന്ന 6% അത് എസ് ഞാനോട് അത് ചിന്തിക്കാൻ വയ്യാത്ത ഒരു വിഷയം. അതിന്റെ ആകെ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. കാരണം എക്സാമിന് നടത്തിയ ഇവിടെ തൃശ്ശൂര് ഇവരെ അവസാനം സംബന്ധിക്കാൻ ഒത്തിരില്ലോ എന്നും പറഞ്ഞു ഒരുപാട് പേരങ്ങ് വിഷമിച്ചു. അപ്പൊ അടുത്ത എക്സാമിന് എല്ലാവരും ഒരുങ്ങിയിരിക്കുക. 12 വർഷത്തേക്ക് പാതാളം. ഈ പാതാളം എന്ന് പറയുന്നത് പാതാള ലോകം നമ്മൾ പഠിക്കും. പല കാര്യങ്ങളും ദൂതന്മാരെ കുറിച്ചുള്ള പഠനമുണ്ട്. എന്നാൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം. മരണത്തിന് താക്കോലും കർത്താവായ യേശുവിന്റെ കരങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ കർത്താവാണ് നമ്മുടെ മരണം എപ്പോഴാണെന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ ദൈവത്തിനറിയാം. നമുക്ക് വെച്ചിരിക്കുന്ന വാഹനം ഏതാണെന്നും ദൈവമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും എല്ലാവർക്കും ഒരു വാഹനമുണ്ട് ഇവിടുന്ന് പോകാനായിട്ട്. ചിലർ ആക്സിഡന്റിൽ കൂടെ പോകുന്നു, ചിലർ ചിന്തിക്കും വിശുദ്ധന്മാർക്ക് ആക്സിഡന്റ് ഉണ്ടാകത്തില്ല എന്നൊക്കെ ഉള്ള ചിന്തകളുണ്ട്. അങ്ങനെ ചിന്തിക്കരുത്. കാരണം പലർക്കും വെച്ചിരിക്കുന്ന ആ വാഹനം ഇപ്പൊ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുക, ദൈവത്തിനോടൊന്ന് വിടിവിക്കാൻ കഴിയുമായിരുന്നല്ലോ. കല്ലെറിഞ്ഞു കൊല്ലുക. ഉടനെ ഒരു ചെറുപ്പക്കാരനെ കല്ലെറിഞ്ഞു കൊല്ലും. ദൈവം എന്തുകൊണ്ട് വിടിവിച്ചില്ല? അവന് വേണ്ടി വെച്ചിരുന്ന വാഹനം അത്. ആ നിലയിൽ നമ്മൾ എടുക്കും. അല്ല ഒരാൾ ബസ്സിനെ ഇവിടെ യാത്ര ചെയ്തു, മറ്റൊരു വണ്ടി വന്ന് ഇടിച്ച് കത്തുപോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം ശരിയല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ ചിന്തിക്കരുത്. എല്ലാവർക്കും ദൈവം ഒരു വാഹനം വെച്ചിട്ടുണ്ട്. നമ്മുടെ വാഹനം ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോസ്തലനായ പൗലോസ് റോമിലെ കാരാഗൃഹത്തിൽ കടന്ന് വാളുകൊണ്ട് തല വെട്ടുക. ഇത്രയും നാള് കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രവർത്തിച്ച പൗലോസ് 14 ലേഖനങ്ങൾ നമുക്ക് തന്ന ഈ ദൈവദാസനെ ദൈവത്തിന് അവിടുന്ന് വിടുവിക്കാൻ വരത്തില്ല. പക്ഷെങ്കിൽ ദൈവം വെച്ചിരുന്ന വാഹനമാണത്. നമുക്ക് എല്ലാവർക്കും ഓരോ വാഹനം വെച്ചിട്ടുണ്ട്. ഇതിന്റെ താക്കോൽ യേശുവിന്റെ കയ്യിലാണ്. താക്കോൽ ചില ചിന്തിക്കുന്നത് താക്കോലെല്ലാം പത്രോസിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് യേശു താക്കോൽ ഇല്ലാത്തവനായിട്ട് വെളിയിൽ കൂടെ നടക്കാൻ. പത്രോസിന് പറഞ്ഞത് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ താക്കോൽ എടുത്ത് കൊടുത്തു പറഞ്ഞാൽ അതിന്റെ അർത്ഥം അധികാരം എന്നുള്ള അർത്ഥത്തിൽ അല്ല. ഈ താക്കോലെല്ലാം പുള്ളിയുടെ കൊടുത്തിട്ട് പത്രോസിന്റെ വഴിയോട് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റൊരുത്തിനും രക്ഷയില്ല. ആ പത്രോസാണ് പറഞ്ഞത്, മറ്റൊരുത്തിനും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. പത്രോസിന്റെ താക്കോലായിരിക്കുന്നെങ്കിൽ എന്തിനാ പത്രോസ് അത് പറയുന്നത്? കാരണം ആ താക്കോൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കയ്യിലായിരിക്കുന്നത്. അവിടെ പത്രോസിന്റെ പറയാൻ കാരണം ഞാൻ നിനക്ക് അധികാരത്തിന് ശുശ്രൂഷ തന്നിരിക്കുന്നു. ആ അധികാരത്തിന്റെ ശുശ്രൂഷ ദൈവമക്കളാകുന്ന നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കുക. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശുശ്രൂഷയാണ് ദൈവം തന്നിരിക്കുന്നത്. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ചൂണ്ടിക്കാണിക്കാൻ തക്കുള്ള ആ അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മറ്റൊരുത്തിനും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടും ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ കയ്യിൽ യേശുവിന്റെ നാമം അല്ലാതെ വേറെ ഒരു നാമവും ഇല്ല. താക്കോൽ യേശുവിന്റെ കയ്യിലായിരിക്കും. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. മരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ട്
ഞാൻ അതിനെപ്പറ്റി ഇനിയും വിവരിക്കുന്നില്ല. നീതിമാന്റെ മരണം ദൈവത്തിന് വിലയേറിയതാണ് കേട്ടോ. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വീടൊന്നും നമ്മുടെ പുറകെ വരത്തില്ല. നമ്മുടെ ബാങ്കിൽ നിക്ഷേപിച്ച സമ്പത്തൊന്നും നമ്മുടെ പുറകെ വരികയില്ല. അവരുടെ പ്രവൃത്തി, നമ്മൾ എന്തെല്ലാം കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ ആ പ്രവൃത്തിയാണ് നമ്മളെ പിന്തുടരുന്നത്. അവർ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ഒരു പ്രവൃത്തിയും ചെയ്യാത്തവരെ ഭിക്ഷക്കാർ കടന്നു വരുമ്പോൾ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് ഇറക്കി വിടുക, ചിലർ വലിച്ചിറക്കി വെളിയിൽ കൊണ്ടുവിട്ട സംഭവങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മളെ പിന്തുടരുന്നത് എന്നുള്ള കാര്യമാണ്. പാതാള ലോകത്തിലേക്കുള്ള വിഷയത്തിലേക്ക് കടന്നു വരാം. പാതാള ലോകം അത് ഒരു വലിയ പഠന വിഷയമാണ്. 2 ആഴ്ച കൊണ്ട് ഞാൻ ആ ക്ലാസ് തീർക്കും. പാതാള ലോകത്തിന് 3 ഭാഗങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മളത് പഠിച്ചു. 1-ാം പാതാളം, 2-ാം പാതാളം, 3-ാം പാതാളം. പാതാള ലോകത്തിന്റെ 3 ഭാഗങ്ങൾ. ഈ ഭൂമിക്കടിയിൽ പാതാളം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് പലർക്കും അത് വിശ്വസിക്കാൻ തക്ക ഒക്കുന്നില്ല. പാതാളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ തക്ക പലർക്കും ബുദ്ധിമുട്ട്. ഞാനത് ദൈവത്തിന്റെ വചനത്തിൽ കൂടെയും ഈ കാലത്ത് പാതാളമുണ്ടെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുടെ ചില തെളിവുകളും വെച്ച് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് എഴുന്നേറ്റ് പോയില്ലേ, അത് ശ്രദ്ധയോടെ കേട്ട് പോകണം. പേടിക്കുകയും ചെയ്യരുത്, ആരും പേടിക്കരുത്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ ഏഞ്ചലേ ആരും പേടിക്കരുത്. കാരണം എൻ്റെ അകത്ത് പേടിക്കേണ്ടതായ വിഷയങ്ങളും എൻ്റെ അകത്ത് കടന്നു വരും. അപ്പൊ അതിന് പേടിക്കാതിരിക്കാൻ തക്കൊന്നും ഞാൻ പേടിക്കാതിരിക്കാനല്ല, നിങ്ങളെ പേടിപ്പിക്കാതിരിക്കാൻ ഞാൻ നോക്കും. പാതാളം, നരകം, പിശാച് ഇങ്ങനെ വരുന്നൊക്കെ പറയുമ്പോൾ പേടി വരില്ലേ. ഞാനിതെല്ലാം പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങളെ പേടിപ്പിക്കാതിരിക്കാൻ. അപ്പം നിങ്ങൾ ചിന്തിക്കും, പാതാളത്തിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം ഹെൽ എന്നാണ്. അതിന് എബ്രായ ഭാഷയിൽ ഷിയോൻ എന്നുള്ള പദമാണ്. ഗ്രീക്ക് ഭാഷയിൽ ഗീഹന്ന, ഹേഡീസ് എന്നിങ്ങനെ 2 പദങ്ങളുണ്ട്. ഇതിന്റെ എല്ലാ അർത്ഥം മലയാളത്തിൽ പാതാളം എന്ന് കൊടുത്തിരിക്കുന്നു. അതോ ലോകം എന്നാണ് അതിന്റെ അർത്ഥം. അതോ ലോകം. ഈ ഭൂമിക്കടിയിലാണ് പാതാളം. ഇത്രയും വലിയ ഈ ഭൂഗോളത്തിലാണ്, ഭൂഗോളത്തിന്റെ അകത്താണ് ഈ പാതാള ലോകം സ്ഥിതി ചെയ്യുന്നത്. പഴയ നിയമ ഭക്തന്മാർ ഈ പാതാള ലോകത്തെക്കുറിച്ച് പ്രതീക്ഷിച്ചിരുന്നു. കർത്താവായ യേശു പറഞ്ഞു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചില വാക്യങ്ങൾ വായിച്ചല്ലോ. പഴയ നിയമ വിശുദ്ധന്മാരെല്ലാവരും പാതാളമാണ്, മരിച്ചു കഴിഞ്ഞാൽ പാതാളത്തിലേക്ക് പോകുന്നു എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചു വാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഒരാഴ്ച വിട്ടുപോയിട്ട് നിങ്ങളെ ഞാനത് പറഞ്ഞ് ഒന്നിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കില്ല. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 35-ാമത്തെ വാക്യം 1-2 വാക്യങ്ങൾ മാത്രമായി. വെച്ച് ഉൽപ്പത്തി 37 അവൻ പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇവിടെ യാക്കോബ് പറഞ്ഞ, നമ്മുടെ പിതാവായ യാക്കോബ് പറഞ്ഞ വാചകമാണ്. തന്റെ മകൻ മരിച്ചുപോയി എന്ന് തന്റെ മക്കൾ വന്ന് തെളിവ് സഹിതം കാണിച്ചു. ഇത് നിന്റെ മകന്റെ അങ്കിയാണോ എന്ന് നോക്കാൻ പറഞ്ഞു. ആണെന്ന് പറഞ്ഞു. എന്നാൽ അവനെ ഒരു ദുഷ്ടമൃഗം കടിച്ചു കയറി കൊന്നു. ഇമാരെന്തെല്ലാം പണി കാണിച്ചിട്ട് അവന്നറിയും. അപ്പൊ ഇത് കണ്ടുടനെ പിതാവായ യാക്കോബ് കരയാണ്, ഞാൻ എൻ്റെ മകന്റെ അരികൽ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങും. അവൻ യോസഫ് ഭക്തനായ വ്യക്തിയായിരുന്നു. അതേ വിശുദ്ധി ഉണ്ടായിരുന്നു, വേർപാട് അനുഷ്ഠിക്കുന്നവനായിരുന്നു. അവൻ അപ്പൻ കൊടുത്ത അങ്കി എപ്പോഴും, വസ്ത്രം എപ്പോഴും വിശുദ്ധിയെ കാണിക്കുന്നതാണ്. ഒരു വിശുദ്ധരമായ ജീവിതം. എൻ്റെ സഹോദരന്മാര് തെറ്റുകൾ ചെയ്യുമ്പോൾ അതിലൊന്നും അകപ്പെടാതെ ജീവിതം കാത്തു സൂക്ഷിച്ച ഒരു പൈതലാണ് യോസഫ്. അപ്പൊ യോസഫ് മരിച്ചുപോയിന്ന് യാക്കോബിന്റെ മനസ്സിലായി. യാക്കോബ് എടുത്ത് കറിയാണ്, ഞാൻ എൻ്റെ മകന്റെ അടുക്കൽ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. അപ്പൊ തൻ്റെ മകൻ പോയത് ഈ ഭൂമിക്കടിയിലുള്ള പാതാളത്തിലേക്കാണെന്നും ഞാനും ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുമെന്നും പറഞ്ഞ് കരയുകയാണ്. ഇത് പല പ്രാവശ്യം യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗം കൂടെ നമുക്ക് മാത്രമായിട്ട് ആ ഭാഗം വിടാം.
ഒരു ചെറിയ അറിവ്. ഞാൻ കഴിഞ്ഞ ആഴ്ച 5 മിനിറ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞുള്ളൂ. ഇതാണ് നമ്മൾ ആദ്യം ഓരോന്നും എടുക്കാൻ. ഇനി 42-ാം അധ്യായം 29, 31 ഈ വാക്കുകൾ വായിച്ച്. 42-ന്റെ 29. കനാൻ ദേശത്ത് തങ്ങളുടെ അപ്പനായ യാക്കോബിന്റെ അടുക്കൽ എത്തിയാറെ തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവനോട് അറിയിച്ചു പറഞ്ഞത്, ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങൾ ദേശത്തെ നോക്കുന്നവർ എന്ന് വിചാരിച്ച് ഞങ്ങളോട് കഠിനമായി സംസാരിച്ചു. ഞങ്ങൾ അവനോട്, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു, ഞങ്ങൾ ഒറ്റുകാരല്ല, ഞങ്ങൾ ഒരു അപ്പന്റെ മക്കൾ, 12 സഹോദരന്മാരാകുന്നു, ഒരുത്തൻ ഇപ്പോൾ ഇല്ല, ഇളയവൻ കനാൻ ദേശത്ത് ഞങ്ങളുടെ അപ്പന്റെ അടുക്കൽ ഉണ്ട് എന്ന് പറഞ്ഞു. 31-ാം വാക്യം. ഞങ്ങൾ പരമാർത്ഥികളാകുന്നു, ഞങ്ങൾ ഒറ്റുകാരല്ല, ഞങ്ങൾ ഒരു അപ്പന്റെ മക്കൾ, 12 സഹോദരന്മാരാകുന്നു, ഒരുത്തൻ ഇപ്പോൾ ഇല്ല. അതിന്റെ താഴോട്ട് വായിച്ചിരുന്നു. 29-ാമത്തെ വാക്യം വായിച്ചോളെ. വായിച്ചു. താഴോട്ട് വരുമ്പം അവിടുത്തെ അടിയാനായ ഞങ്ങളുടെ അപ്പനെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കും എന്നൊരു വാചകമാണ്. ഈ മക്കൾ പറഞ്ഞ വാചകമാണ്. അവിടുത്തെ അടിയാനായ ഞങ്ങളുടെ അപ്പനെ ദുഃഖത്തോടെ ഞങ്ങൾ പാതാളത്തിലേക്ക് ഇറക്കേണ്ടി വരും എന്നൊരു വാചകമാണ്. അങ്ങനെ പല ഭാഗങ്ങൾ നമുക്കിവിടെ കാണുവാൻ തക്ക കഴിയുന്നുണ്ട്. 139-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ, പാതാളത്തെ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. സങ്കീർത്തനക്കാരൻ പറയും, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. യെശയ്യാപ്രവചനം 32:10 എന്റെ ആയുസിന്റെ മധ്യത്തിൽ, ഇത് യെശയ്യാപ്രവചനം 38:10 വാക്കാണ്, ഞാനങ്ങ് പറഞ്ഞു വിടുക. എന്റെ ആയുസിന്റെ മധ്യത്തിൽ ഞാൻ പാതാള വാതിലകം പോകേണ്ടി വരും. അപ്പൊ പഴയുന്ന വിശുദ്ധന്മാരെല്ലാവരും തങ്ങളുടെ പാർപ്പിടമായി മരിച്ചു കഴിഞ്ഞാൽ പാർപ്പിടമായി പ്രതീക്ഷിച്ചിരുന്ന സ്ഥലം പാതാളം. ഇയ്യോബിന്റെ പുസ്തകം 17-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ച നമ്മള്. ഞാനോ പാതാളത്തെ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു, ഇരുട്ടിൽ ഞാൻ എന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. ഞാൻ ദ്രവത്വത്തോട് നീ എന്റെ അപ്പൻ എന്നും പുഴുവിനോട് നീ എന്റെ അമ്മയും സഹോദരിയും എന്നും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ പ്രത്യാശ എവിടെ? അവർ എന്റെ പ്രത്യാശ കാണും. അത് പാതാള കോടാമുലുകളോളം ഇറങ്ങിപ്പോകുന്നു, പൊടിയിൽ ഒരുപോലെ വിശ്രാമം ഉണ്ടാകും. 16 വായിച്ചോ. പാതാളത്തെ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു. എന്റെ പ്രത്യാശ എവിടെ? എന്റെ പ്രത്യാശ പാതാളത്തെ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു ഇയ്യോബ്. ഇയ്യോബ് തന്റെ ഭക്തരുടെ പാരമ്യത്തിൽ പറയുകയാണ്, പാതാളമാണ് എന്റെ പ്രതീക്ഷ, എന്റെ പ്രത്യാശ എവിടാണ് എന്ന് പറഞ്ഞ് തന്റെ കർത്തയുടെ നടുവിൽ നിലവിളിക്കുന്ന ഇയ്യോബിനെയാണ് നമുക്കിവിടെ കാണുവാൻ തക്കുന്ന കഴിയുന്നത്. 1 ശമൂവേൽ 2:6 വായിക്കുമ്പോൾ യഹോവ 1 ശമൂവേൽ 2:6 യഹോവ കൊല്ലുകയും പാതാളത്തെ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്തു. അപ്പമേ ഇവിടെ എല്ലാം അന്നാന്റെ പ്രാർത്ഥനയാണ് കാണുന്നത്. പാതാളത്തിൽ ഇറക്കുന്നു, പാതാളത്തിൽ ഉദ്ധരിക്കുന്നു. ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ ഒരു സംശയം തോന്നും. എന്നാ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം നമ്മൾ ആഴമായി പഠിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ മുൻവിധി അങ്ങ് മാറും, അല്പം കഴിയും. അപ്പൊ പഴയ നിയമ വിശുദ്ധന്മാരെല്ലാവരും പാതാളമായിരുന്നു അവരുടെ പ്രതീക്ഷ, അവരുടെ പ്രത്യാശ അതായിരുന്നു. വേറെ പല വാക്യങ്ങളുണ്ട്, എല്ലാ വാക്യങ്ങളിലേക്കും കിടക്കുന്നില്ല. ഇനിയും വിശുദ്ധന്മാരുടെ ആത്മാക്കൾ മാത്രമല്ല പാതാളത്തിൽ പോയിക്കൊണ്ടിരുന്നത്. വിശുദ്ധന്മാരുടെ ആത്മാക്കൾ മാത്രമല്ല, ദുഷ്ടന്മാരുടെ ആത്മാക്കളും പാതാളത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. വായിക്കാം. 9-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം. നടക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ഉള്ള വായിച്ച വാക്യം എന്താ? നെറ്റിന്റെ അതുകൊണ്ടായിരിക്കും. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കും. ആ ദുഷ്ടന്മാർ എന്നുള്ള പദം കേട്ടില്ല, ആരും കേട്ടില്ല. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ഏഞ്ചലിനെ സഹായിക്കണേ. ഏഞ്ചലിന് ജോലിയിൽ നിന്ന് ഓടി വന്ന് വായിച്ച് എന്നെ സഹായിക്കുന്നത് എന്നെ അനുഗ്രഹിക്കുന്ന കുഞ്ഞാന്നറിയാം. പാട്ട് കേൾക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചിന്റെ പാട്ട് കേട്ടപ്പോൾ ഞാൻ സ്വർഗത്തിലാണ്. അത്ര മനോഹരമായ പാട്ട് പാടുന്നൊരു കുഞ്ഞാ. അവിടെ വായിക്കുന്നത്, ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല മനുഷ്യരും പാതാളത്തിലേക്ക് എത്തി. അപ്പൊ നീതിമാന്മാരുടെ ആത്മാക്കൾ മാത്രമല്ല
ദുഷ്ടന്മാരുടെ ആത്മാക്കളും പാതാളത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ അതിന്റെ ഓർഡർ അനുസരിച്ച് പറഞ്ഞേ, ഇപ്പോ നീതിമാന്മാരുടെ ആത്മാക്കളും ഈ ഭൂമിക്കടിയിലുള്ള പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ദുഷ്ടന്മാരുടെ ആത്മാക്കളും ഈ ഭൂമിക്കടിയിലുള്ള പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പാതാള ലോകത്തിൽ ഈ രണ്ട് കൂട്ടരെ ആത്മാക്കൾ ഇങ്ങനെ പോവാ. നീതിമാന്മാര് ഹാബേൽ മുതൽ മരിച്ച ക്രൂശിലെ കള്ളൻ വരെയുള്ള ആത്മാ ഇങ്ങനെ പാതാള ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദുഷ്ടന്മാരും കയ്യൻ മുതലുള്ള സകല ദുഷ്ടന്മാരും പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പാതാള ലോകത്തിൽ ഇവർ ചെല്ലുമ്പോൾ ഇവരുടെ പാർപ്പിടം വേറെ. അതിന് ഒരു തെളിവ് നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ ഉള്ള വാക്യങ്ങൾ വായിച്ചു. എടുത്തൊരു വായിക്കാം. മോളെ, അത് ആദ്യത്തെ കിട്ടിയില്ല. വായിച്ചേ. മനുഷ്യനുണ്ടായിരുന്നു, അവൻ ധൂമ്ര വസ്ത്രവും. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അത് നെറ്റ് പറ്റിയത് തോന്നുന്നു. വായിച്ചേ, ഒന്നൂടെ വായിച്ചേ. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നാക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം, പിതാവേ, എന്നോട് കനിവുണ്ടാകേണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. കുറച്ചുകൂടി താഴ്ത്ത് വായിക്കണേ. ഇവിടെ ഈ ലാസർ, നിങ്ങൾക്ക് ഈ ചരിത്രം അറിയാം. ഇത് നടന്ന ഒരു സംഭവമാണ്, അല്ല ഇതൊരു ഉപമയാണ്. കർത്താവ് പറയുമ്പം അവൻ ഒരു ഉപമ പറഞ്ഞു എന്തെന്ന് പറഞ്ഞല്ലേ പലയിടത്തും ആരംഭിക്കുന്നത്. പക്ഷെ ഇത് ഉപമയാണ്. നടന്ന ഒരു സംഭവം, കർത്താവ് പഴയ നിയമ കാലത്ത് നടന്ന ഒരു സംഭവം എടുത്തു പറയുന്നു. കാരണം അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. ഇപ്പൊ മോശയുടെയും പ്രവാചകന്മാരുടെയും കാലത്ത് നടന്ന ഒരു സംഭവം. കർത്താവായ യേശു ക്രിസ്തു ദൈവമല്ലേ? ദൈവമായിരുന്ന നമ്മുടെ കർത്താവ് പൂർണ്ണ മനുഷ്യനായി കടന്നു വന്ന് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാണ്. ഇവിടെ അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. അതായത് ധനവാൻ ധൂമ്രവസ്ത്രം ധരിച്ച് വളരെ ധനവാനായ ഈ മനുഷ്യൻ, അവന്റെ വീടിന്റെ വാതിക്കൽ നായ്ക്കൽ അവൻ വ്രണങ്ങൾ നക്കി കിടന്ന ഒരു ദരിദ്രനാണ് ലാസർ. ലാസർ ദൈവത്തെ വിളിക്കുന്നുണ്ടായിരുന്നു, നീതിമാനായിരുന്നു, കർത്താവിനെ അംഗീകരിച്ച ഒരു വ്യക്തിയാണ്. ദൈവവുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ലാസർ. ലാസർ മരിച്ചപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ശ്രദ്ധിക്കുന്നുണ്ടോ? ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. കുറെ കഴിഞ്ഞപ്പോൾ ധനവാനും മരിച്ചു. ധനവാൻ മരിച്ചപ്പോൾ അവൻ യാതനാസ്ഥലത്തേക്ക് ഞങ്ങളെ ഒരു കഥ പറയുന്ന പോലെ പറയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ ധനവാൻ യാതന സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവന് അവിടെ വിചാരിച്ച പോലെ ഇവിടെ ഈ ലോകത്തിൽ നല്ല സുഖമായിരുന്നു. അവൻ യാതനാ സ്ഥലത്ത് ചെന്നപ്പോൾ ആകെപ്പാടെ വെള്ളം പോലും, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ കടന്ന് കഷ്ടപ്പെടുകയാണ്. ധനവാൻ മേലോട്ട് നോക്കിയപ്പോൾ ഇത് ഭൂമിക്ക് അടിയിൽ നടക്കുന്ന സംഭവം. ധനവാൻ മുകളിലോട്ട് നോക്കി അബ്രഹാമിന്റെ മടിയിരിക്കുന്ന ലാസറിനെയും, എന്നിട്ട് ഈ ധനവാൻ മേലോട്ട് നോക്കിയിട്ട് പറയാണ്, അബ്രഹാം പിതാവേ എന്ന് വിളിച്ചു. അപ്പൊ ഈ ധനവാൻ ഞാൻ വന്ന് പഠിച്ചൊരു വ്യക്തി, എങ്ങനെ ഇദ്ദേഹത്തിന് അബ്രഹാം പിതാവേ എന്നുള്ള വാക്ക് കിട്ടുന്നത്? അദ്ദേഹം പള്ളിയിൽ പോകുന്നവരായിരുന്നു. പള്ളിയിൽ എപ്പോൾ ചെന്നാലും, നമ്മുടെ ബന്ധുക്കോസുകാരുടെ പള്ളി ചെന്നാലും അബ്രഹാമിനെ കുറിച്ച് പറയാത്തവരാരും.
ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അബ്രഹാം ഒരു വിഷയമില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ ഇല്ലാതെ എവിടെ ചെന്നാലും കേൾക്കാം അബ്രഹാം. അപ്പൊ ഈ പള്ളിയിൽ ചെന്നപ്പോഴും ആഴ്ചയിലൊക്കെ പള്ളിയിൽ പോകുമായിരുന്നു, ശനി ശാബത്ത് ദിവസം. അവിടെ ചെല്ലുമ്പോൾ പുരോഹിതൻ പ്രസംഗിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് മിക്കാറും കേൾക്കാം. അപ്പൊ താൻ യാതന അനുഭവിക്കുന്ന സ്ഥലത്ത് നോക്കിയപ്പോൾ അബ്രഹാമിനെ കുറിച്ചൊരു ചിന്ത, ഒരു രോഗം തന്റെ ഉള്ളത്തിരി. ഇത് മറ്റൊരു ശരീരത്തോടുള്ള ആത്മാവല്ലല്ലോ. അവൻ മുകളിലോട്ട് നോക്കി കണ്ടപ്പോൾ അബ്രഹാമിനെ കണ്ടു. മേലത്തെ പാതാളത്തിരിക്കുകയാണ്. മേലോട്ട് നോക്കി അബ്രഹാമിനെ കണ്ടു. ഇനി അതുമാത്രമില്ല, തന്റെ വീടിന്റെ പടിപ്പുരയ്ക്കൽ കിടന്ന് നായ്ക്കൾ മൃഗങ്ങൾ നാക്കി കഷ്ടപ്പെട്ട് വെള്ളത്തിന് വേണ്ടിയൊക്കെ ബുദ്ധിമുട്ടി വളരെയധികം അതേ വൃത്തിയട്ട നിലയിൽ ജീവിതം നയിച്ച ലാസർ ഇത് അവിടെ ഇരിക്കുന്നു. ഇതെന്താ ചോദിക്കേ? ഞാൻ ഈ വിഷയം പറഞ്ഞു പോകുമ്പോഴേ, ഇത് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത് മേലോട്ട് നോക്കി അബ്രഹാമിന്റെ മടി കണ്ടു. പ്രതിനിമ കാലത്ത് യഹൂദന്മാർ ഈ പർദീസയെ, ഈ മൂളിൽ കാണുന്ന മേല പാതാളത്തെ, അതിന്റെ പേര് സാക്ഷാൽ പർദീസ എന്നാണ്. അതിന്റെ തെളിവ് ഞാൻ പറയും, ആ പർദീസ എന്നാണ്. എന്നാൽ ആ പർദീസയെ പഴയ നിയമ വിശുദ്ധന്മാർ അബ്രഹാമിന്റെ മടി എന്ന് വിളിച്ചു. ഈ പർദീസയ്ക്ക് അബ്രഹാമിന്റെ മടി എന്നൊരു പേര്. അപ്പൊ നോക്കിയപ്പോൾ മോളിൽ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലാസർ, ഈ ലാസർ നല്ല ഒരു മനുഷ്യനും കൂടെ ആയിരുന്നു. കാരണം ആ വീടിന്റെ വാതുക്കല് നായ്ക്കൾ വന്ന് വ്രണവും തട്ടി അവനവിടെ കിടക്കാൻ തക്കവണ്ണം ഈ ധനവാൻ അത്രയും അനുവദിച്ചല്ലോ. നമ്മുടെ വീടിന്റെ വാതുക്ക് ആരെങ്കിലും ഇതുപോലെ വന്ന് വ്രണങ്ങൾ നക്കി ഒരുത്തം വന്ന് കിടക്കുകയാണെങ്കിൽ നമ്മൾ അവനെ അവിടുന്ന് ഓടിച്ചു വിടും, കല്ലെറിഞ്ഞു വിടും. എന്നാൽ ധനവാൻ അത് ചെയ്തില്ല, അവിടെ കിടന്നു. പക്ഷെങ്കിൽ അവൻ സുഖിച്ചോളും. ധനവാൻ സുഖിച്ചും ധൂമ്രവസ്ത്രം ധരിച്ചും ആഴ്ചയിലാഴ്ച വസ്ത്രം മാറി വളരെ സുഖം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അവൻ ചെന്നത് എങ്ങോട്ടാണെന്നറിയാമോ? അവൻ ദൈവത്തെ വിളിക്കുന്ന അല്ലായിരുന്നു, പള്ളിയിലൊക്കെ പോയായിരുന്നു. അതുകൊണ്ട് അബ്രഹാമിലാണ് കേട്ടു. അവൻ യാഥാസ്ഥലത്തേക്ക് പോയി. അവൻ മേലോട്ട് നോക്കി അബ്രഹാമിനെയും അബ്രഹാമിന്റെ മടിയിൽ പ്രതീക്ഷയിൽ ഇരിക്കുന്ന ലാസറിനെയും കണ്ടു. അപ്പോൾ ലാസർ കിടന്ന് വെള്ളമില്ലാതെ കിടന്ന് വിഷമിക്കുകയാണ്. അബ്രഹാം പിതാവേ എന്ന് വിളിച്ചു. അവൻ നിങ്ങൾ മരിച്ചുപോയ ആത്മാക്കൊക്കെ സംസാരിക്കാൻ തക്കവണ്ണം കഴിയും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് കേട്ടോ. സംസാരിക്കാം. അബ്രഹാം പിതാവേ എന്ന് വിളിച്ചു. എനിക്ക് ലാസറിനെ ഇങ്ങോട്ട് നയിച്ചിരണമേ, എന്നെ ഞാൻ ദാഹം കൊണ്ട് കിടന്ന് വലയുകയാണ്, എന്റെ നാവിൽ ഒരു തുള്ളി വെള്ളം തരാൻ തക്കണം, അവനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിടണമേ എന്ന് പറഞ്ഞു. അപ്പൊ അബ്രഹാം വിളിക്കുന്ന വിളി എങ്ങനെന്നറിയോ? മകനെ, ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ടും വരാനൊക്കത്തില്ല, അവിടുന്ന് ഒരാൾക്ക് ഇങ്ങോട്ടും വരാനൊക്കത്തില്ല. ഇതിന്റെ ഇടയിൽ ഒരു പിളർപ്പാണ്. അപ്പൊ ആ പിളർപ്പിൽ ആരാ കിടക്കുന്നൊക്കെ ഞാൻ പറയാം, ഈ 2 ആഴ്ച കൊണ്ട് പറയാം. ഇതിന്റെ ഇടയിൽ ഒരു പിളർപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്റ്റഡിയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട അടുത്ത ആഴ്ചയിൽ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ ഇതിന്റെ വിഷയം കിട്ടത്തുള്ളൂ. നമ്മുടെ ഡോൺ മോൻ ആണെങ്കിൽ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക, MD പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കേട്ടത് വലിയ സന്തോഷം തോന്നി. അവരെ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന വിഷയമാണെങ്കിലും ഇതൊരു ആവർത്തനമായിട്ട് മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ മകനെന്നുള്ള വിളി കേട്ടപ്പോഴത്തേക്ക് വിചാരിച്ചു ഒരു ആശ്വാസത്തിന്, ആശയ്ക്ക് വഴിയുണ്ട് എന്ന് വിചാരിച്ചു അബ്രഹാമിന്റെ. ഇതല്ലേ നമ്മൾ മത്തായി ചൊല്ലുന്ന 22-ാം അധ്യായത്തിൽ ഒരുത്തൻ കല്യാണ വസ്ത്രം ധരിക്കാതെ കല്യാണശാലയിൽ പ്രവേശിച്ചില്ലേ? അപ്പൊ എല്ലാ വിരുന്നുകാരെയും കാണാൻ വന്നപ്പം ഒരുത്തൻ മാത്രം രാജാവിന്റെ വസ്ത്രം ധരിക്കാതെ വന്ന് കയറിയിരിക്കുന്നു. അവൻ എങ്ങനെ കയറുന്നറിയാം? എന്താ രാജാവ് വിളിച്ച വിളി എന്താണെന്നറിയാമോ? സ്നേഹിതാ. ആ വിളി കേൾക്കുമ്പോഴല്ലോ ഒരേ ഓമന തോന്നും. സ്നേഹിതാ, നീ കല്യാണ വസ്ത്രമില്ലാതെ അകത്ത് വന്നത് എങ്ങനെ? അവിടേക്ക് രണ്ട് വാക്കുമുട്ടിപ്പോയി. വിളിയൊക്കെ കേൾക്കുമ്പോഴേ സ്നേഹിത ഒരാശയ്ക്ക് പറ്റണമെന്ന് വിചാരിച്ചു. നീ കല്യാണ വസ്ത്രം ഇല്ലാതെ അകത്ത് വന്നെങ്ങനെ? ഒന്നും മിണ്ടാനില്ല, മനപ്പുറം വിക്രിച്ചു വന്ന് കരുതാം. ഇവിടെ അടുത്ത കേൾക്കുന്ന ശബ്ദം എന്താണെന്നറിയോ? ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും ഇരുട്ടുള്ള മുറിയിലേക്ക് അള്ളിക്കളക്കി. ഇവിടെ കരച്ചിലും വീടിയുണ്ടാവും. ആകാൻ എരികോപ്പാണ് പിടിച്ചിറക്കിയപ്പോ ശബ്ദാവൃത്തിയുടെ വസ്തുക്കളെ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആകാൻ എന്ത് ചെയ്തു? പൊൻകട്ടി മേൽക്കട്ടി എല്ലാം എടുത്ത് തന്റെ കൂടാരത്തിന്റെ അടി കൊണ്ട് ഒളിച്ചു വെച്ചു. കണ്ടുപിടിക്കാൻ അല്പം വിഷം വന്നു. അവസാനം ആയി പട്ടണത്ത് തോറ്റു. അവസാനം ചീട്ടിട്ട് വന്നപ്പം ചീട്ട് ആകാനും വിടും. ആകാനും വിടപ്പോ നീ എന്തോ ചെയ്തെന്ന് ചോദിച്ചപ്പോ അന്നേരം അവൻ പറയുന്നത്, ഇത്രയും നേരം അവന് കള്ളത്തരം പറയാതിരിക്കുക, ഇത്രയും വലിയ കള്ളം നടത്തിയിട്ട് മിണ്ടാതിരിക്കുക. അവൻ പറഞ്ഞു, ഞാൻ
എങ്ങനെയാണ് യോശുവ വിളിച്ചെന്നറിയോ? മകനെ എന്നാ വിളിച്ചത്. മകനെ. അവര് കേൾക്കുമ്പോൾ ആശയ്ക്ക് വഴിയില്ലേ? മകനെ, നീ കള്ളത്തരം കാണിച്ചില്ലേ? നീ എന്തൊക്കെ എടുത്തെന്ന് പറ. ഉള്ളുള്ളതെല്ലാം തുറന്നു പറഞ്ഞു. എന്നിട്ട് ഉടനെ എന്ത് അറിയാമോ? അടുത്തെന്താ അറിയാമോ? അവനെ കൊണ്ട് കല്ലെറിഞ്ഞു വന്നു. അതിന് ആഗോർ താഴ്കരുന്ന പേരുമായി. അബ്രഹാം ധനവാനെ വിളിച്ചത് മകനെ. ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ടും വരാനൊക്കത്തില്ല, അവിടുന്ന് ഒരാൾക്ക് ഇങ്ങോട്ടും വരാനൊക്കത്തില്ല. ഇതിന്റെ ഇടയിൽ വലിയൊരു പിളർപ്പുണ്ട്, ഒരു ഗ്യാപ്പുണ്ട്. അപ്പൊ ആ ഗ്യാപ്പിൽ കിടക്കുന്ന ആൾക്കാരുടെ കാര്യം ദൈവത്തിന്റെ വഞ്ചി കൊടുത്തിട്ടുണ്ട്. നമുക്കത് പഠിക്കാം. ഇനി അങ്ങനെ എന്നിട്ട് അബ്രഹാം പറഞ്ഞറിയാമോ? നീ നിന്റെ ജീവകാലത്ത് അനേക നന്മകൾ അനുഭവിച്ചു, ലാസർ തിന്മ അനുഭവിച്ചു. ഇപ്പോൾ അവനിവിടെ ആശ്വസിക്കുന്നു. അറിയാമോ? ഇപ്പോൾ അവനിവിടെ ആശ്വസിക്കുന്നു. നീ അവിടെ വേദന കൊണ്ട് സഹിക്കുന്നത് സഹിച്ചേ ഒക്കത്തുള്ളൂ. കാരണം ഈ നരകം എന്ന് പറയുന്നത്, നരകത്തിലെ ഒരു സെല്ല ഇത് കേട്ടോ. നരകം എന്ന് പറയുന്നത് അത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയ ഒരു സ്ഥലമാണ്. മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. നമ്മൾ മത്തായി സുവിശേഷം അത് 25-ാം അധ്യായത്തിൽ വായിക്കുന്നു. 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോയിക്കൊള്ളുകയും. പിശാചിനും അവന്റെ ദൂതന്മാർ എന്ന് പറയുന്നത് വീണുപോയ ദൂതന്മാരുണ്ട്, അവരെ കുറിച്ചാണ് അത് പഠിക്കാൻ പോവാം. അപ്പൊ വീണുപോയ പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോയിക്കൊള്ളുകയും. അപ്പൊ നരകം നമുക്ക് വേണ്ടി ഒരുക്കിയതല്ലേ, പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയത്. അപ്പൊ നമുക്കിത് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളും അതിൻ്റെ അകത്തോട്ട് പോകേണ്ടി വരുന്നത്. നമ്മളും പിശാചിന്റെ സ്വഭാവത്തിലേക്ക് ചേർന്ന് പിശാച് പറയുന്നതോട് ചെയ്തുകൊണ്ട് അവന്റെ ഏജന്റന്മാരായി, അവന്റെ കൂട്ടുകാരായി ദുഷ്ടത പ്രവർത്തിച്ചെന്നാൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കും അതിന്റെ അകത്ത് പ്രവേശിക്കാൻ തക്കോളം ഇടയായിട്ടുണ്ട്. അവർക്കും അതിന്റെ അകത്ത് പ്രവേശിക്കാൻ ഇടയായിട്ടുണ്ട്. അവർക്ക് വേണ്ടി പിശാചിനൊരുക്കിയ നരകമാണ്. മനുഷ്യന് അത്യാവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് അവർക്കും ഏറ്റുവാങ്ങാൻ പോവുകയാണ്. അപ്പോൾ മുകളിലത്തെ പാതാളം, അതിന്റെ യഥാർത്ഥ പേര് ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. എഴുതാം. മുകളിലത്തെ പാതാളത്തിന് അബ്രഹാമിന്റെ മടിയെന്ന് നമുക്ക് കാണുവാൻ തക്കൊന്നും കഴിയും. ഞാൻ ഇതിനെക്കുറിച്ച് ബൈബിൾ കമന്റ് ഇടാൻ തക്കോണം നോട്ടുകൾ തയ്യാറാക്കിയതാണ് ഞാൻ ഇടയ്ക്ക് നോക്കുന്നത്. അപ്പോൾ ലാസർ മേളത്തെ പാതാളത്തിലും ധനവാൻ താഴത്തെ പാതാളത്തിലുമായിരുന്നു. ഇവ രണ്ടിന്റെയും നടുവിൽ പരസ്പരം കടന്നുകൂടാത്ത വലിയ ഒരു പിളർപ്പുണ്ട്. ഇനി ഈ പാതാളത്തെ കുറിച്ച് നമുക്ക് വീണ്ടും ചിന്തിക്കാം. 86-ാം സങ്കീർത്തനം അതിന്റെ 13-ാമത്തെ വാക്യം പറ്റി എടുത്തൊരു വായിച്ചാണ്. 86-ാം സങ്കീർത്തനം അതിന്റെ 13-ാമത്തെ വാക്യം. അതുകൊണ്ട് മോന് നന്നായിട്ടത് വായിച്ചു. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം, ഇവിടെ അധമ പാതാളം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ദ ലോവസ്റ്റ് ഹെൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദ ലോവസ്റ്റ് ഹെൽ. ഗ്രാമർ പഠിച്ചിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലും അത് ഇവിടെ ഗ്രാമർ പഠിച്ചിരിക്കുന്ന ആരും ഗ്രാമർ പഠിക്കാത്തവരില്ലല്ലോ. ഇവിടെ വായിക്കുന്നത് ലോവസ്റ്റ്, ലോവർ, ലോവസ്റ്റ്. ആ ലോവസ്റ്റ് എന്നുള്ളതിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ മുകളിൽ ഒരു ലോവറാണ്, അതിന്റെ മുകളിൽ ഒരു അപ്പറുണ്ട്. ലോവർ, ലോവസ്റ്റ്. നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരനാ പറയുന്നത്. സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ ഈ അധമ പാതാളത്തിലേക്ക് പോകേണ്ടവനായിരുന്നു, ഈ യാതനാസ്ഥലത്തേക്ക് പോകേണ്ടവനായിരുന്നു, എന്നാൽ എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ. നമ്മളെല്ലാവരും ദുഷ്ടന്മാരായി ദൈവമില്ലാത്തവരായി ജീവിച്ച കാലത്ത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പാർപ്പിടം എന്ന് പറഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ ഈ ലോബസ്റ്റേലിലായിരുന്നു, ഈ അധമ പാതാളത്തിലായിരുന്നു, ഈ യാതനാസ്ഥലത്തായിരുന്നു. എന്നാൽ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ നമുക്കെല്ലാം ലഭിച്ച ഒരു അനുഭവം. ദാവീദ് ഇവിടെ പറയാണ്, എന്നോടുള്ള നിന്റെ ദയ വലിയതാണ്,
നീ എന്റെ പ്രാണനെ മത്തുകളിൽ നിന്ന് അഥവാ മൂന്നാം പാതാളത്തിൽ നിന്ന് അഥവാ അധമ പാതാളത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് എന്നെ കൊണ്ടുവന്ന് അപ്പുറകളിലാക്കി, ഏറ്റവും മുകളിലത്തെ പാതാളത്തിലാക്കി. അവിടാണ് അബ്രഹാമിന്റെ മടി, അവിടാണ് പർദീസ്. എന്നെ അവിടെ ആക്കി. ഇത് എന്നോടുള്ള നിന്റെ ദയ വലുതല്ലോ. നീ വേറൊരു വാക്യമുണ്ട്, ആവർത്തന പുസ്തകം 32-ാം അധ്യായം 22-ാമത്തെ വാക്യം ഇവിടെ വായിക്കാം. എഴുതിയെടുക്കുന്നത് എടുക്കാം. ആവർത്തനം 32-22 വായിച്ചു. നമ്മളെ ഏഞ്ചൽ വായിച്ചു. എന്റെ കോപത്താൽ തീ ജ്വലിച്ചു, പാതാളത്തിന്റെ ആഴത്തോളം കത്തും, ഭൂമിയെയും അതിന്റെ അനുഭവത്തെയും ദഹിപ്പിച്ച് പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെ കരിച്ചു കളയും. മതി. പാതാളത്തിന്റെ ആഴത്തോളം എഴുതിയിട്ടില്ലേ? പാതാളത്തിന്റെ ആഴത്തോളം. അതേ, എന്റെ കോപത്താൽ തീ ജ്വലിച്ച് പാതാളത്തിന്റെ ആഴം എന്നവിടെ കൊടുത്തിരിക്കുന്നതും അന്നത്തെ ഇംഗ്ലീഷ് പദം ദ ലോവസ്റ്റ് ഹെൽ എന്നാ. അതാ പാതാളത്തിന്റെ ആഴം. കാരണം ചില ഇംഗ്ലീഷ് വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നത് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ. അപ്പോൾ അധമ പാതാളം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ കോപം ജ്വലിച്ച് പാതാളത്തിന്റെ ആഴത്തോളം കത്ത്. അപ്പം നമുക്കൊന്നും മനസ്സിലാക്കണം, ഈ ഭൂമിക്കടിയിൽ ഇപ്പോഴും മനസ്സിലാക്കണം, പാതാള ലോകത്തിന് 3 ഭാഗമുണ്ട്. ഒന്ന്, നമ്മുടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 1-ാം പാതാളം, 2-ാം പാതാളം, 3-ാം പാതാളം. അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടി, അല്ലെങ്കിൽ പിളർപ്പ്, അല്ലെങ്കിൽ യാതനാസ്ഥലം. ഇങ്ങനെ 3 ഭാഗങ്ങൾ ഈ ഭൂമിക്കടിയിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വെളിപ്പാട് പുസ്തകം നമ്മൾ വിചാരിക്കുന്ന പോലെ തീർക്കാൻ തക്ക നോക്കത്തില്ല. ഞാനിത് ഡീപ്പായിട്ട് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. 5 സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നു. അത് എനിക്കൊരു നിർബന്ധമുണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന വിഷയം നിങ്ങളും പഠിപ്പിക്കണം. നിങ്ങൾ പിന്നെ രചിതയൊക്കെ ഒരു കാര്യം ചെയ്യണം, ഒരു 3-4 പേരൊക്കെ വിളിച്ച് വീട്ടിൽ ബൈബിൾ ക്ലാസ് കൊടുക്കണം. എന്നിട്ട് പറയണം, മക്കളെ സഹോദരിമാരെ, പാതാള ലോകത്തിന് 3 ഭാഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. കേട്ടോ ലജി എങ്കിലും മോളെ, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം നമുക്ക് അവരെല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ അധമ പാതാളത്തിൽ നിന്ന് കൊണ്ടുവരാം. അപ്പൊ ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്നവരും ആണ് പാതാള ലോകത്തിലേക്ക് തിരിയുന്നത്. അങ്ങനെ പാതാള ലോകത്തിൽ അഗ്നി കത്തുന്ന ഒരു ഭാഗമുണ്ട്. അത് താഴത്തെ പാതാളമാണ്. അതിന്ന് ശാസ്ത്രവും തെളിയിച്ചിട്ടുണ്ട്. ഈ ഭൂമിക്കടിയിൽ കലങ്ങി മറിയുന്ന അഗ്നി വസിക്കുന്ന അങ്ങനെ ഒരു ഭാഗമുണ്ടെന്ന് ഇന്ന് ശാസ്ത്ര ലോകവും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം സംഗീതക്കാരൻ പറഞ്ഞ പോലെ, എന്നോടുള്ള നിന്റെ ദയ വലുതല്ലോ. ആ അധമ പാതാളത്തിൽ നിന്ന് നമ്മെ ദൈവം വിടുവിച്ച ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. എങ്ങനെയാണ് ഈ ഭൂമി ഈ കടിയില് ഈ പർദീസ വന്നെന്നുള്ളതും നമ്മളൊന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഈ മേലത്തെ പാതാളത്തിന് അബ്രഹാമിന്റെ മടി എന്ന് യഹൂദന്മാർ വിളിച്ചിരുന്നു. എന്നാൽ അതിന്റെ ശരിയായ പേര് പർദീസാണ്. വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 42-ഉം 43-ഉം വാക്യങ്ങൾ വായിച്ചു. പിന്നെ അവൻ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവിടാണ് ഞാൻ നമുക്ക് അല്പസമയം ചിന്തിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ പോരുന്നുണ്ടോന്ന് എനിക്ക് അറിയാൻ പറ്റും. ഇത് വളരെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്, അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വളരെ ആക്കം കൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന വിഷയങ്ങൾ അത് പഠിക്കണം എന്നുള്ളത് എനിക്ക് വലിയ നിർബന്ധമാണ്. എൻ്റെ ഫോൺ നമ്പർ ഇതേ കിടപ്പുണ്ട്. നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ. എനിക്ക് ബൈബിൾ ക്ലാസ്സുള്ള സമയത്ത് ഞാൻ എടുക്കത്തില്ല. ഇപ്പം തന്നെ പലരുടെയും ഫോൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ എടുക്കത്തില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എന്നോട് സംശയം ചോദിക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ചോദിക്കും. ഈ പ്ലാറ്റ്ഫോമിൽ ചോദിക്കാൻ ഒക്കത്തില്ല. ഈ പ്ലാറ്റ്ഫോമിൽ ചോദിക്കാൻ പോയാൽ അത് അവരോട് മനസ്സിലാക്കി. ഞാൻ ദിവസം ഒരാൾ ചോദിച്ചേ, അപ്പൊ പുള്ളി ചുമ്മാ ഇരുന്ന് കേൾക്കാനിരിക്കുന്നില്ല, പുള്ളി പറയുന്നത് സമർത്ഥിക്കാനെന്ന് നോക്കുന്നു. അങ്ങനെ നമ്മളെ പഠിപ്പിക്കാൻ വരുന്നവര് ഇതിനകത്ത് സംശയം ചോദിക്കണ്ട. നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന കുറെ ആൾക്കാരുണ്ട്. അതെ, ആ നിലയിൽ സംശയം തീർക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ചോദിക്കാത്തക്കൊണ്ടും ഞാൻ ഫ്രീയാണ്. ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്, വളരെ എളിമുള്ളവനാണ്, സാധാരണക്കാരനാണ്. അല്ലാതെ ഞാൻ ഈ ഫോട്ടോ ഇട്ടിരിക്കുന്നത് ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ് വെളിയിലേ. എപ്പോഴാ കറണ്ട് പോകുന്ന അറിയത്തില്ല, എപ്പോഴാ ഇന്റർനെറ്റ് പോകുന്ന അറിയത്തില്ല.
2 ദിവസം ഇവിടെ ഇങ്ങനെ സ്നോ പെയ്യെന്ന് പറഞ്ഞു. വഴിയോടൊന്നും ഇറങ്ങാൻ ഒക്കത്തില്ല. ഇന്ന് ഉച്ചയ്ക്കടുത്ത് ഭക്ഷണത്തിന് വിളിച്ചാണ്. ഞാൻ നടത്തില്ല എന്ന് പറഞ്ഞു. കാരണം സ്നോയ്ക്കകത്ത് ഓടിച്ചാല് വണ്ടി ഒരു പ്രാവശ്യം എന്റെ തെന്നിപ്പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഏത് സംശയം ചോദിക്കാൻ ഫോണിൽ കൂടെ വ്യക്തിപരമായിട്ട് എന്നെ വിളിക്കാം. ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് ആ സംശയം തീർത്തു തരുന്നതായിരിക്കും. ദൈവം. അപ്പൊ ഇവിടെ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കിടക്കുക. യേശുക്രിസ്തുവിന്റെ 7 മൊഴികൾ, 7 വാക്കുകൾ കാൽവരി ക്രൂശിൽ നമുക്ക് കേൾക്കാം. അതിൽ ഒന്നാമത്തെ മൊഴി എന്ന് പറയുന്നത് 7 മൊഴികൾ. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. അതായിരുന്നു ഒന്നാമത്തെ മൊഴി. രണ്ടാമത്തെ മൊഴിയാണ് ഇവിടെ നമ്മൾ വായിച്ചത്. അവനോട് ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാർ. അവരെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവർ 2 പേരും കർത്താവിനെ ദുഷിച്ചെന്നാണ്. 2 പേരും കർത്താവിനെ ദുഷിച്ചു, അല്ലാതെ ഒരു കള്ളനല്ല. ഈ രക്ഷിക്കപ്പെട്ട കള്ളനെ കുറിച്ച് നമ്മളെല്ലാവരും പറയുന്ന വലത്തുഭാഗത്തെ, അദ്ദേഹം വലത്തുഭാഗത്ത് കിടക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം വലത്തുഭാഗത്തെ കുറിച്ച് നമുക്കൊരു പ്രാധാന്യം കൊടുക്കുന്നില്ലേ? വലങ്കൈ, ചില ഇടം കൈ കൊണ്ട് ക്ഷയിക്കേണ്ടത്, ചില ഒരു വിരൽ കൊണ്ട് ക്ഷയിക്കേണ്ടത്. ഞാനിതൊക്കെ പോകുമ്പോൾ എനിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പുള്ളി ഒരു വിരൽ കൊണ്ടാണ് ക്ഷയിക്കേണ്ടിരുന്നത്. ഇദ്ദേഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി എന്നോട് സൗകര്യമാർ ചോദിച്ചു, നമ്മൾ എന്താ ഇദ്ദേഹത്തെ ഒന്നും ശരിയായിട്ട് ക്ഷയിക്കാൻ കൊടുക്കാൻ പഠിപ്പിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്റെ കുശിനോട് പറഞ്ഞു, ഇനി ഒരു വിരൽ കിട്ടുമ്പോൾ നമ്മൾ ഒരു വിരലാണ് നേടുന്നത്. അപ്പൊ എന്റെ കുറിച്ച് വന്നപ്പോഴേ ഒരു വിരൽ കൊണ്ടുവന്നപ്പോൾ ഞാനും ഒരു വിരൽ കൊടുത്തു. എല്ലാവരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ പുള്ളിയുടെ സ്ഥിതിയാകുമ്പോൾ അതൊരു കുസൃതി കേട്ടോ. ഞാനതായിട്ട് എളുപ്പമല്ലായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ അറിയാത്ത നേരെയാണ് ഇത് ക്ഷയിക്കാൻ എന്നെ ഇടങ്കൈ കൊണ്ട് തരും. അപ്പൊ വലങ്കയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. കാരണം നീ എന്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നൊക്കെ ഒരു വായിക്കുന്നില്ലേ? എന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്പെടുത്തലാണോ ഉത്തരമായിട്ടൊക്കെ. അപ്പൊ ക്രൂശിലേക്കാളും വലത്തുഭാഗത്താണോ കിടന്നത് അടുത്തുഭാഗത്താണോ കിടന്നത് നമുക്ക് ബൈബിൾ അറിയത്തില്ല. ആ നല്ല വിഷയം തന്നെ കിടക്കട്ടെ. അപ്പൊ ഇവർ 2 പേരും ദുഷിച്ചു. ഇടത്തെ കള്ളനും ദുഷിച്ചു, വലത്തെ കള്ളനും ദുഷിച്ചു. 2 പേരും ദുഷിച്ചു. എന്നാൽ ഒരു കള്ളൻ മാനസാന്തരം ഉണ്ടായി. ആ മാനസാന്തരം കാരണം എന്നറിയാമോ? നിങ്ങളത് ശ്രദ്ധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കള്ളന് മാനസാന്തരം ഉണ്ടായത്? ഈ കള്ളൻ എരിഞ്ഞു കിടന്നുകൊണ്ട് ഈ മുകളിൽ ട്രാക്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ട്രാക്ട്, നസറേനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ്. ആ ഒരു ട്രാക്റ്റാണ് തന്നെ വ്യത്യാസപ്പെടുത്തിയത്. കുറച്ചത് പിന്നെ മാനസാന്തരത്തിലേക്ക് അയക്കാൻ കാരണം യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നെന്നാണ് അതേ വേദപണ്ഡിതന്മാർ പറയുന്നത്. കാരണം വഴിയെ പോകുന്നവർ ദുഷിക്കുമ്പോൾ കർത്താവെ അവരോട് ക്ഷമിക്കണമേ. യേശുക്രിസ്തു ഗിരിപ്രവാസത്തിന് പറഞ്ഞു, നിന്റെ ഒരു ചെവിട്ട് ധരിക്കുന്നതിന് മറ്റേ ചുവടെ കാണിച്ചു കൊടുക്കാൻ. അത്രോട് ചോദിച്ചു, കർത്താവെ ഒരുത്തൻ എന്നോട് പഠിച്ചാൽ 7 വട്ടം ക്ഷമിച്ചാൽ മതിയാവും. 7 വട്ടം ക്ഷമിച്ചിട്ടിരിക്കുക. അടുത്ത ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വീശ അടിക്കാനിരിക്കുക. ഇവര് വലിയ ചൂടന്മാർ. ഈ പ്രത്യേക മീൻപിടുത്തത്തിന്റെ ആണ തൊഴിലില്ല അവർ ചെയ്തോണ്ടിരുന്നത്. മീൻപിടുത്തം സാധാരണ ജോലിയല്ലേ ചെയ്തോണ്ടിരുന്നത്. ഇവരെല്ലാം ചൂടന്മാരാണ്. ഇടിമക്കള്, യാക്കോബ് യോഹന്നാനും അവരും മീൻപിടുത്തക്കാരാണ്. അവരുടെ പേര് കർത്താവ് കൊടുത്ത പേര് ഇടിമക്കളെന്ന്. കാരണം അവര് ഇവരെല്ലാം ചൂടന്മാർ. അപ്പോ ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം, യേശു ക്രൂശിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാർത്ഥന ഈ കള്ളന് ചേഞ്ച് വരുത്തി. ഞങ്ങൾ അവനെ ദൂഷിക്കുമ്പോൾ നീ നിന്നെ തന്നെ രക്ഷിക്കാം, ഞങ്ങളെ രക്ഷിക്കും, നിന്നെ തന്നെ രക്ഷിക്കാം, ഞങ്ങളെ രക്ഷിക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നീ യേശു അല്ലയോ, യേശു അല്ലയോ എന്നാ ഇടത്തെ കള്ളൻ പറഞ്ഞത്. നീ യേശു അല്ലയോ, നീ നിന്നെ തന്നെ രക്ഷിക്കാം, ഞങ്ങളെ രക്ഷിക്കാം. എന്നാൽ യേശുവിന്റെ പ്രാർത്ഥന ഈ കള്ളൻ രൂപാന്തരം വരുത്തി. രണ്ടാമത് ട്രാക്ട്, നസറേനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അവർ എഴുതി വെച്ചിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലായിരുന്നു. നസറേനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവാണ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല. അവർ തറപ്പിച്ചെഴുതി വെച്ചിരിക്കുക. തറപ്പിച്ച് നസറേനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ്. ഇത് മാറ്റി എഴുതണമെന്ന് പറഞ്ഞ് പീലാത്തോസിന്റെ അരിക്കാൻ വന്ന് കംപ്ലൈന്റ് പറഞ്ഞു. ഉടനെ പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വലിയൊരു ശാസ്ത്രം അടങ്ങിയിട്ടുണ്ട്. ഞാൻ എഴുതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവര് വന്ന് പറഞ്ഞു, ആ സ്റ്റേറ്റ്മെന്റ് മാറ്റണം. ഒന്നിനത് ക്വസ്റ്റ്യൻ മാർക്ക് ആക്കണം, അല്ലെങ്കിൽ അത് എക്സ്പ്ലനേഷൻ ആക്കണം. അത് എങ്ങനെ? യേശു യഹൂദന്മാരുടെ രാജാവാണ് ഇപ്പോൾ
ആ നില എഴുതണം. അല്ലെങ്കിൽ യേശു യഹൂദന്മാരുടെ രാജാവോ ക്രിസ്ത്യന്മാർക്കോ? ഇതൊരു സ്റ്റേറ്റ്മെന്റ്. ഇതൊന്ന് മാറ്റി എഴുതാനൊക്കെ അതൊക്കെ പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം പീലാത്തോസിന്റെ ആ ചങ്കൂറ്റം കണ്ടു. ഞാൻ എഴുതിയത് അവിടെ എഴുതി. പറഞ്ഞൊരു അർത്ഥം എന്നറിയാമോ? നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. സ്വർഗത്തിൽ എഴുതി ഞാൻ അവിടെ എഴുതിയതാ. സ്വർഗം എഴുതിയിരിക്കുന്ന അത് ഞാൻ അവിടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എഴുതിയത് മാറ്റാൻ പുള്ളി മാറ്റിയില്ല. കാരണം നാസറേനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ്. അപ്പം ഈ കള്ളൻ ചെരിഞ്ഞു കിടന്നൊരു ട്രാക്ട് കണ്ടു. ട്രാക്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സിലേക്ക് കടന്നുപോയി, ഇപ്പോൾ അവൻ യഹൂദന്മാരുടെ രാജാവാണോ? അല്ല, യഹൂദന്മാരുടെ രാജാവല്ല. അവൻ വിശ്വസിച്ചു ഇവൻ ഭാവിയിൽ രാജാവായി കടന്നു വരും. അതായിരുന്നു അവന്റെ വലിയൊരു വിശ്വാസം. ഇന്നവൻ രാജാവല്ല, എന്നാൽ അവൻ രാജാവായി വരും എന്നുള്ള വിശ്വാസം തന്റെ ഉള്ളത്തിലേക്ക് കടന്നു വന്നു. ആ പ്രാർത്ഥന ഒന്ന് മരിക്കാൻ പോവുക. ഉടൻ തന്നെ ക്രൂസിലേക്ക് നോക്കി പറഞ്ഞു, കർത്താവായ യേശുവേ. അതാരെ വായിച്ചു? ഒന്നും വായിച്ചേ. ആരെങ്കിലും വായിച്ചേ? കർത്താവായ യേശു, നീ യേശുവേ നീ രാജ്യത്വം ഒന്നും ചുണയായിട്ട് നിന്നേ. യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദേശയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആ ഭാഗത്തും കൂടെ തെളിയിച്ചിട്ട് ഇന്നത്തെ 1-ാം ക്ലാസ് അവസാനിപ്പിക്കാം. അവൻ പറഞ്ഞു, യേശുവേ ഇവൻ മരിക്കാൻ പോവാ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. ഉടൻ തന്നെ മറുപടിയാ, ഉടൻ തന്നെ. ഇന്ന് നീ എന്നോടുകൂടി പരദീസായിൽ ഇരിക്കും. ഇന്ന് എന്നോട് പരദീസായിരിക്കും. ഇത്ര നേരം പലതും ചോദിച്ചല്ലോ ഇവരില്ല. നീ യഹൂദന്മാർ രാജാവല്ലയോ? വഴിയെ പോകുന്നവരൊക്കെ കളിയാക്കിയില്ലേ? യേശു വല്ലതും വേണ്ടിയോ? തല ഉലുക്കിക്കൊണ്ട് പറഞ്ഞു, മന്ദിരം പൊറിച്ച് പണിയുന്നവനെ, നീ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുന്നില്ല. തല കുലുക്കി കളിയാക്കിക്കൊണ്ട് നടന്നത്. നീ യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ ക്രൂസിൽ ഇറങ്ങി വാ, എന്നാ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ? യേശുവിന് വേണേ ഇറങ്ങി വരാം. ക്രൂസിൽ ആണികളെ ബന്ധിപ്പിച്ചിരിക്കുന്നത് റോമാക്കാരാണെങ്കിലും തനിക്ക് അവിടുന്ന് ഇറങ്ങി വരാൻ കൊല്ല കഴിയും. ഇറങ്ങി വരാതിരുന്നതിന്റെ ഉദ്ദേശം എന്നറിയാമോ? എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി ആ സ്നേഹമാണ് ആ ക്രൂസിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. യേശു അന്നേരം ഇറങ്ങി വരികയായിരുന്നെങ്കിൽ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കാണത്തില്ലായിരുന്നു. നമ്മളെ ഓർത്ത് കർത്താവ് ആ വേദനയെല്ലാം സഹിച്ചു. പലരും ചോദിച്ചിട്ട് ഉത്തരം വേണ്ടിയില്ല. ആവശ്യബോധത്തോടൊരുത്തം പറഞ്ഞു, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തോളണമേ. ഓടുന്ന ഉത്തരം, നീ എന്നോട് പരദീസായിരിക്കും. ഇന്ന് പലരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല കേട്ടോ. ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ വിടിവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ദൈവത്തിന്റെ അറിയാത്ത എന്താ വിടിവിക്കാത്തൊക്കെ ചോദിക്കുന്നില്ലേ? ദൈവത്തിന്റെ പൈതലെ ആവശ്യബോധത്തോടെ എളിമയോടെ ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദാവീദ് പറഞ്ഞത്, ഞാൻ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം മരളി. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. അവൻ പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പരദീസായിരിക്കും. ഇനി അടുത്ത വിഷയം, കർത്താവായ യേശുക്രിസ്തു മരിച്ച അവന്റെ ഡെഡ് ബോഡി യോസേപ്പിന്റെ കല്ലറയിൽ അടക്കി. യേശു മരിച്ച ഉടനെ യേശുവിന്റെ ആത്മാവ് സ്വർഗീയ പരദീസായിലേക്ക് പോയില്ല. ഈ സ്വർഗത്തിലാണ് സാക്ഷാൽ പരദീസായിരിക്കുന്നത്. സ്വർഗത്തിലാണ് സാക്ഷാൽ പരദീസായിരിക്കുന്നത്. തെളിവെന്തെന്നറിയാമോ? വാക്യം വായിക്കാൻ സമയമില്ല, എളുപ്പെടുത്ത് വായിക്കാമെങ്കിൽ നമുക്ക് 2 കൊരിന്ത്യർ വായിച്ച് എളുപ്പെടുത്ത് വായിക്കുന്നവർക്ക് ഒരു സമ്മാനം ഇപ്പോൾ അയച്ചുതരാൻ പറ്റത്തില്ലല്ലോ. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 1 മുതൽ വാക്യം വായിച്ചേ. സാക്ഷാൽ പരദീസ സ്വർഗത്തിൽ വായിച്ചേ. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയുവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുൻപേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പരദീസയോളം എടുക്കപ്പെട്ടു. ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ആ മനുഷ്യൻ പരദീസായോളം എടുക്കപ്പെട്ടു. സാക്ഷാത്തായ പരദീസ സ്വർഗത്തിൽ, സാക്ഷാത്തായ പരദീസ. എന്തുകൊണ്ടാണ് പഴയ നിയമ വിശുദ്ധന്മാർ മരിക്കുമ്പോൾ അവരുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകാതിരിക്കുന്നത്? സാക്ഷാത്തായ പരദീസയുടെ ഒരു സാദൃശ്യമായിരുന്നു ഏദൻ പരദീസ. ആ തോട്ടം എന്നുള്ളതിന് ഇംഗ്ലീഷ്
അത് അതിന്റെ ശരിയായ എബ്രായ ഭാഷ എന്നുള്ള ട്രാൻസ്ലേഷൻ പർദീസ എന്ന. അതിന്റെ സ്വർഗീയ പർദീസയുടെ ഒരു പ്രതിച്ഛായായിരുന്നു ഏദൻ പർദീസ. ഏദൻ പർദീസയിൽ ഇവർ സുഖലോലുപരായി താമസിക്കായിരുന്നു. പ്രശ്നമൊന്നുമില്ല. അവർക്ക് ആവശ്യം വരുമ്പോൾ പഴം പറിച്ചില്ല. തോട്ടത്തിൽ സകല വൃക്ഷങ്ങളുടെയും പഴം പറിച്ചില്ല. എന്നാൽ സംഭവിച്ചെന്താണെന്നറിയാമോ? ദൈവം കൽപ്പിച്ച വൃക്ഷത്തിന്റെ തിന്നരുന്ന് വിളക്കിയിരുന്ന വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നു. അങ്ങനെ അവർ പാപം ചെയ്തു. ആ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടി വിശദീകരിക്കുന്നില്ല. ആ അനുസരണക്കേട് കാണിച്ചതിനാൽ, ആ പഴം പറിച്ചതിനാൽ അവരുടെ ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി. ദൈവ തേജസ്നാൽ അവരുടെ ശരീരം ഉദിപ്പിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അവർ നഗ്നരെന്ന് കണ്ടു. നഗ്നരെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതുവരെ അവർ നഗ്നാന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. തേജസ്സിനാൽ ഉടുപ്പിക്കപ്പെട്ട വസ്ത്രമായിരുന്നു. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും സാരിയും കൊണ്ടൊന്നും പോകാൻ ഒക്കത്തില്ല കേട്ടോ. നമ്മൾ പോകുന്നത് സ്വർഗീയ ശരീരത്തോടെയാണ്. തേജസ്സിനാൽ ഉടുപ്പിക്കപ്പെട്ട ശരീരമാണ് നമുക്കുള്ളത്. നമ്മൾ എന്നാ സ്വർഗത്തിൽ പാലിക്കല്ല പാർപ്പാസിപ്പി 5 വർഷം പോയി. അങ്ങനെ ഇവിടുന്ന് 1-2 പേര് മിഷൻ വർക്കിന് ഇന്ത്യയിൽ പോകാന്ന് പറഞ്ഞു. സഹോദരി പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാ? കുറച്ച് സാരിയൊക്കെ വാങ്ങിക്കണം. അപ്പൊ മിഷൻ വർക്കെന്ന് പറഞ്ഞാൽ പോകുന്നത് ഭർത്താവിനോട് പറഞ്ഞു മിഷൻ വർക്കിന് പോയിട്ട് കടയിൽ കയറി കുറെ സാരി വാങ്ങിക്കേണ്ടത്. സ്വർഗത്തിൽ പോകുന്നത് നമ്മൾ വസ്ത്രമൊന്നും വലിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ തേജസ്കരിക്കപ്പെട്ട ആദിയിൽ ഏദൻ പർദീസയിൽ ആദാമിനെ ഹവ്വായെയും ഏത് നിലയിലായിരുന്നോ ആ വസ്ത്രത്തോടെയാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. അപ്പം പഴം പറിച്ചു തിന്നു. ആദാമാണെങ്കിൽ മനഃപൂർവ്വം തിന്നത്. കാരണം തന്റെ കൂട്ടാളി ആയിരിക്കുന്ന ഭാര്യ തിന്നു. ആദാമിന്റെ കാര്യം മനസ്സിലായി. കാരണം അവളെ ഇങ്ങനെ ഇറക്കി വിടുന്നറിയാം. അപ്പൊ പുള്ളി കല്യാണം കഴിച്ച സമയത്ത് പറഞ്ഞു ഇതെന്റെ അത്തി എന്റെ മാംസം എന്ന് പറഞ്ഞ അയ്യോ കെട്ടിപ്പിടിച്ച് എന്തോ ഒരു പരിപാടി പിന്നെ പറച്ചിലായിരുന്നു അറിയാമോ? ഇതെന്റെ അസ്ഥി, ഇതെന്റെ മാംസം. ആരും പറഞ്ഞു കൊടുത്തൊന്നുമല്ല, പുള്ളി തന്നെ അങ്ങ് പറയുക. ഭാര്യയെ കുറിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രശംസിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ചിലര് ഭാര്യമാരെ പ്രശംസിക്കുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര നിന്നെപ്പോലെ സുന്ദരി ലോകത്തിലാരും അങ്ങനെ അവളെ ഭർത്താവ് കാണും. അവനവന്റെ ഭാര്യ ഏറ്റവും സുന്ദരിയായിട്ട് കാണും. അല്ലാതെ മഴയെ പോകുന്ന ഇന്നാരും നീ കണ്ടില്ലടി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആദാം പറയാണ് നീ എന്റെ അസ്ഥിയിൽ അസ്ഥിയും മാസമാകുന്നു. ഇതെന്നെ നരനെടുത്തേക്ക് ഇവക്ക് നാരി. പുള്ളി തന്നെ പേര് വന്നു നാരിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവള് ഈ പഴം പറിച്ചതുകൊണ്ട് തിന്നതുകൊണ്ട് അത് ഇവള് വെളിയിൽ പോകുന്ന മനസ്സിലായതുകൊണ്ട് ആദാം തൊലയുന്ന തൊലയിട്ട് ഞാനും ഇവിടെ അവിടെ പോകാന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഭക്ഷിക്കായിരുന്നു. അതാണ് വായിക്കുന്നത്. ആദാം സ്ത്രീയാണ് വഞ്ചിക്കപ്പെട്ടത്. ആദാം മനഃപൂർവ്വം തന്നെ വെളിയിൽ പോവുകയാണ്. ഓട്ടെ, ഇനി അവരെ ഇറക്കി വിട്ടതിന്റെ ഉദ്ദേശം കൂടെ ഒന്ന് വായിച്ചേ. 3-ാം അധ്യായം 23 ഉൽപ്പത്തി. ഞാൻ ആ വാക്യൊന്നും അയച്ചു കൊടുത്തില്ല. ഉൽപ്പത്തി 3:23 മുതലുള്ള വാക്യം വായിച്ചേ. അനന്തരം അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചവനെ ആ കണ്ണിയുടെ. അനന്തരം യഹോവ മനുഷ്യൻ നന്മതിന്മകളെ കുറിച്ച് യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതെന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവനെ ഏദൻ പർദീസ, ഇത് പർദീസയാണ്. ഏദൻ പർദീസ സാക്ഷാത്തായ യഥാർത്ഥ പർദീസ സ്വർഗത്തിലാണ്. അതിന്റെ ഒരു പ്രതിച്ഛായായിരുന്നു. അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയാണ് കേട്ടോ. കാരണം മനുഷ്യൻ നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിയാൻ നമ്മൾ ഒരുത്തനെ പോലായി. ഇനി അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു നിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതേ. ജീവവൃക്ഷത്തിന്റെ ഫലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഏതൊരു ജീവനിൽ നിന്ന് ആ വൃക്ഷത്തിന്റെ ഫലം പറിച്ചിരുന്നോ അതേ ജീവനിൽ എന്നേക്കും ജീവിച്ചു. ഇവൻ പാപം ചെയ്യുന്നതിന് മുമ്പ് ഈ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചിരുന്ന ഇവൻ ആഗ്രഹിച്ചില്ല. വിളക്കപ്പെട്ട നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലമാണ് ഇവൻ പറിച്ചിരുന്നത്. അതുകൊണ്ട് അവൻ പാപജീവനിലായി. അവന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി. ജന്തുക്കളിലേക്ക് വൈരാഗ്യം വരാൻ തുടങ്ങി. അതുവരെ സിംഹം കുഞ്ഞാട് ഒന്നിച്ച് മേഞ്ഞോണ്ടിരുന്ന ഭയങ്കര വൈരാഗ്യം സാത്താൻ കൊണ്ട വിഷമുള്ള ലോകത്തിന് മുഴുവൻ വിതറി. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവന് ഈ ഏദൻ പർദീസായിരുന്ന് സുന്ദരമായി ജീവിക്കേണ്ട എല്ലാ പശ്ചാത്തലം ഒരുക്കി ജീവിപ്പാൻ തക്കമാണ് മനുഷ്യനെ അവിടെ ആക്കിയത്. അവിടെ വെച്ച് തന്നെ അവന് സന്താനപക്ഷമായിട്ട് പെരുകമായിരുന്നു. അതിനു മുൻപ് അവൻ പാപം ചെയ്തു.
കാരണം ഏതൻ പർദീസയിലാക്കിയ സമയത്തും പറഞ്ഞു, നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിറഞ്ഞു വാഴുവി എന്നാ പറഞ്ഞത്. തേജസ്കരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ, അല്ല, ഈ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിരിക്കുമ്പോൾ സന്താനപുഷ്ടിയുള്ളവനായിട്ട് പെരുകാമായിരുന്നു. അതിനവൻ അവസരം ഒരുക്കാതെ ഏത് വിലയ്ക്കോ അതേ കയറി പിടിച്ചു. നമുക്കൊരു സായിപ്പിന്റെ വീട്ടിലെ ഒരു നല്ല വിശ്വസ്തനായ ഒരു സേവകൻ ഉണ്ടായിരുന്നു. ആ എല്ലാ കാര്യത്തിനും ചുമതല അവനെ ഏൽപ്പിച്ചു. അപ്പൊ ഇവന്റെ തീഷ്ണതയൊക്കെ കണ്ടപ്പോ ഇവനെ ഒന്ന് പരീക്ഷിക്കാൻ സായിപ്പ് തീരുമാനിച്ചു. സായിപ്പ് പറഞ്ഞു, ഞാൻ ഒരു ക്രൂസൈഡിന് പോവുകയാണ്, അത് 3-4 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അതുകൊണ്ട് നിനക്ക് ഈ വീടിന്റെ മുറികളെല്ലാം നിനക്ക് തുറക്കാം, എല്ലാം തുറക്കാം, നീ എല്ലാം നോക്കാം, ഒരു കുഴപ്പമില്ല. ആ സായിപ്പിന്റെ എല്ലാ ചുമതലയും അവനെ ഏൽപ്പിച്ചിട്ട് പോയി. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, ഈ മുറിക്കകത്ത് ഈ മുറി മാത്രം തുറക്കരുത്, ഒരു മുറിയുടെ മാത്രം വിലക്ക്. സായിപ്പൊക്കെ പോയി. പുള്ളിക്ക് പരീക്ഷ വന്ന് ഒരു മുറിയിലും കയറണ്ട, ഒരു മുറി കയറരുതെന്ന് പറഞ്ഞില്ലേ, അതൊന്നും തുറക്കുന്നു. പുള്ളി വളരെ ബന്ധപ്പെട്ട ആ മുറി തുറന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ഒന്നുമില്ല, ഒരു കൊട്ട ഇങ്ങനെ ഇരുകൊണ്ട് അമിച്ച് വെച്ചിട്ട് കൊട്ട. പുള്ളി എന്നാ കൊട്ട തുറന്നു, അതിൻ്റെ അകത്ത് ഒരു എലി ഉണ്ടായിരുന്നു. ആ എലി അങ്ങ് ഇറങ്ങി ഓടി. ഇതാണ് സംഭവം. ഒരു കഥയാണ്. സായിപ്പ് വന്നപ്പോ ഈ പുള്ളി എലിയെ പിടിച്ചിട്ട് അത്ര ആകുന്നു. സായിപ്പ് വന്നപ്പോഴേ പുള്ളി എപ്പോഴും ഇങ്ങനെ ഈ കുറ്റം പറയായിരുന്നു, ആദാമിനെ കുറ്റം പറയായിരുന്നു. ആദാം, നീ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ വേലയൊക്കെ ചെയ്യേണ്ടി വരുന്നത് പറഞ്ഞ് ആദാമിനെ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം സായിപ്പ് തിരിച്ചു വന്നപ്പോ ഇവൻ വലിയ നിരാശ. നീ എന്താ നിരാശപ്പെട്ടിരിക്കുന്നത്, എന്താ പറ്റി? പറഞ്ഞു, ഞാനിവിടെ ആ മുറി തുറന്നു, കൊട്ട തുറന്നപ്പോ അതിൻ്റെ അകത്തോണ്ട എലിയെ കൂടിപ്പോയി പിടിച്ചു നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പൊ സായിപ്പ് വെച്ചു, നീ ആദാമിനെ കുറ്റം പറയില്ലായിരുന്നു, ഇനി പൊക്കോളാൻ പറഞ്ഞ അവിടെ തന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. പോലെ അവനെ പറഞ്ഞു, നീ പൊക്കോ എന്ന് പറഞ്ഞ അവനെ വീട്ടിനെ പറഞ്ഞു വിട്ടു. നീ ആദാമിനെ കുറ്റം പറഞ്ഞു. നമ്മളിന്നും ആദാമിനെ കുറ്റം പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആദാം ഒറ്റ ഒരുത്തം കാരണമാണ് ഇങ്ങനെ പറയുന്ന ഒരു അമ്മച്ചി എനിക്കറിയാം. ആദാമിനെ ചീത്ത പറയുന്നു. നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് എടുത്തു തരാം. ദൈവത്തിന് സ്തോത്രം. ഇപ്പം നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം പറിച്ചു കേട്ടോ. അങ്ങനെ അഞ്ചനെ പോലെ ഒരു വാടി മുഖത്തോട്ടിരിക്കുന്നത് ഒന്ന് സന്തോഷത്തോട്ടില്ലേ. നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തന്നു. തിന്നു കഴിഞ്ഞപ്പോൾ തേജസ് നഷ്ടപ്പെട്ടു. ഇനി ഇവരെ ഇറക്കി വിടാൻ പോവാ. ജീവിതത്തിന്റെ ഫലം പറിച്ചില്ലായിരുന്നെങ്കിൽ അതേ ജീവിതത്തിൽ എന്നേക്കും ജീവിച്ചാൽ അവര് അത് ചെയ്തില്ല. എന്നാൽ ഇപ്പോൾ അവരെ ഇറക്കി വിടാൻ കാരണം അനുസരണക്കേട് കാണിച്ചെന്ന് മാത്രമല്ല, ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചിരുന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരുന്നേ. ഇപ്പൊ പാപജീവനിൽ ഇരുന്നുകൊണ്ട് ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചിരുന്ന എന്നേക്കും ജീവിച്ചു പോകും. അതിന്റെ പ്രമാണം ഇതാ, അതുകൊണ്ടാണ് ഇറക്കി വിട്ടത്. എന്നാൽ ദൈവം എന്നേക്കുമായി ജീവവൃക്ഷത്തിന്റെ പർദീസയിലെ ആ വൃക്ഷഫലം എന്നേക്കുമായിട്ട് വിലക്കിയിട്ടില്ല. വെളിപ്പാട് പുസ്തകം വായിക്കുന്നു, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ പോകും. നമ്മൾ ഇനിയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ അനുഭവിച്ച് ജയിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി റിസർവ് ചെയ്ത് ജീവവൃക്ഷത്തിന്റെ ഫലം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇറക്കി വിട്ടതിന് ശേഷം എന്തിനറിയാമോ, ഏദൻ പർദീസയുടെ വാതുക്കൽ മിന്നിത്തിളങ്ങുന്ന വാളുമായിട്ട് 2 കെരൂബുകളെയാക്കി. ഇനി ആരെങ്കിലും അതിൻ്റെ അകത്ത് കയറിയാൽ ഈ വട്ടെ അപ്പൊ വട്ടന് അതിൻ്റെ അകത്ത് കയറാൻ നോക്കട്ടെ. ആ നിലയിൽ എന്ന് പറഞ്ഞാൽ ഏദൻ പർദീസയിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാക്ഷാത്തായ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയി. സാക്ഷാത്തായ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവം താൽക്കാലികമായി ഒരുക്കിയതാണ് ഈ ഭൂമിക്കടിയിലുള്ള പ്രദേശം. ഇനിയും സാക്ഷാത്തായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ഏദൻ പർദീസയുടെ മുമ്പിലുള്ള വാളിന്റെ വെട്ടേക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ആ വെട്ടയിട്ടു. ആ വാളിനില്ല. ചില വാക്യങ്ങൾ വായിക്കാൻ എന്റെ സമയം പോയി. വാളെ ഉണരുക, എന്റെ കൂട്ടാളിയായ സക്രിയാപ്രന്ത് വായിക്കുന്നു, ഉണരുക എന്റെ കൂട്ടാളിയായ ഇടേണ്ട നേരെ വെട്ടുക എന്ന് നമ്മൾ വായിക്കുന്നു. സക്രിയ 13 വാളെ ഉണരുക എന്ന് പറഞ്ഞു. എന്റെ കൂട്ടാളിയായ ഇടേണ്ട നേരെ വെട്ടുക. കാൽവറിയിൽ മാനവജാതിക്ക് വേണ്ടി ഈ വാളിന്റെ വെട്ടേറ്റു. ഏദൻ പർദീസയുടെ വാതിക്കലുള്ള അതേ സ്വർഗീയ പർദീസയിലേക്കുള്ള പ്രവേശനത്തിന്റെ കവാടത്തിലുള്ള ആ വാള് ഇല്ലാതായി. സ്വർഗീയ പർദീസ തുറന്നു. നമ്മൾ വായിക്കുന്നുണ്ടറിയാമോ, സാക്ഷാത്തായ പർദീസയുടെ അവിടെ പ്രവേശിക്കാൻ ഒക്കാത്തതുകൊണ്ട് ദൈവം താൽക്കാലികമായി ഈ ഭൂമിക്കടിയിൽ സ്ഥാപിച്ച ഒരു പർദീസയാണ് അബ്രഹാമിന്റെ പടി. നീ ഇവിടെ വായിക്കും, നീ ഇന്ന് എന്നോടൊരു പർദീസ ആയിരിക്കും പറയാം. നീ ഇന്ന്
എന്നുള്ള പ്രതീക്ഷയായിരിക്കും. യേശു മരിച്ചു. ആ ഭാഗം 3 മിനിറ്റോട് പറയാം. യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ആത്മാവ് സ്വർഗീയ പ്രതീക്ഷയിലേക്ക് പോയില്ല. ശരീരം യോസേപ്പിന്റെ കളറിലടക്കി. യേശുവിന്റെ ആത്മാവ് ഭൂമിക്ക് അടിയിലുള്ള പ്രതീക്ഷയിലേക്ക് ഇറങ്ങിപ്പോയി. എഫേസ്യ ലേഖനം കടന്നു വന്നേ. എഫേസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം 8 മുതലുള്ള വാക്യം വായിച്ച മക്കളെ. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. അവൻ ചിലരെ അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി. ബദ്ധന്മാരെന്ന് പറഞ്ഞാൽ എന്റെ തടവുകാർ. ഈ ഭൂമിക്കടിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ പ്രതീക്ഷ എനിക്ക് മണിക്കൂർ വേണമെന്ന് പക്ഷെ നിർത്തുക. ഈ ഭൂമിക്കടിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ പ്രതീക്ഷ ഒരു എന്ന് പറഞ്ഞാൽ കാരണം സ്വർഗീയ പ്രതീക്ഷയിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെട്ടു പോയി. ഞാൻ അടുത്ത ആഴ്ച ഒന്നും ഈ പഴയതൊന്നും ആവർത്തിക്കാതെ ഞാൻ വിവരിക്കാം. ഈ ഭൂമിക്കടിയിലുള്ള ഈ താൽപര്യമായ ഒരുക്കിയ ഈ പ്രതീക്ഷ ഒരു തലമാണ്. ഈ മഹാത്മാ ഗാന്ധിജിയെ ബ്രിട്ടീഷുകാര് അടവിൽ പറപ്പിച്ചു. എവിടെ പറപ്പിച്ചെന്ന് അറിയാമോ? ആഗാഖാൻ പാലസിലാണ്, പൂനായി. എന്റെ സ്നേഹിതന്മാർ എൻ്റെ അടുത്ത് ഞാൻ എല്ലാ വ്യാഴാഴ്ചയും തോണിക്കാ ടി വി ക്ലാസ് എടുക്കുന്നു. അവർ പറഞ്ഞ ഇതിന്റെ അർത്ഥം തോന്നും. എനിക്ക് ആഗാഖാൻ പാലസ് ഞാൻ ബോംബെയിൽ അന്നപ്പോഴും പൂനായി പോയി പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല. അപ്പൊ അവരെന്നെ അങ്ങോട്ട് പിടിച്ചോണ്ടിരിക്കുക. പാർപ്പിച്ചെന്ന് പറഞ്ഞു ഞങ്ങളുടെ താമസിക്കണം. ആഗാഖാൻ പാലസിൽ കൊണ്ടുപോയി അവിടെ ഒരു റൂമൊക്കെ എടുത്ത് തരും, അവിടെ താമസിപ്പിക്കാം. എന്നാലും ചോദിച്ചാൽ അവിടെ റൂമുണ്ടോ? എന്നാലും പറയില്ല, ഞാൻ പ്രവേശനത്തിൽ കടന്നു വരാം. അപ്പൊ ഞാൻ കണമേ ഈ മഹാത്മാഗാന്ധിജിയെ തടവുകാരനായി താമസിപ്പിച്ചത് ആഗാഖാൻ പാലസിലാണ്. കൊട്ടാര സമരമായ ജീവിതം, പക്ഷെ അതൊരു തടവാണ് എന്ന് പറഞ്ഞതുപോലെ നീതിമാന്മാരുടെ ആത്മാക്കൾ ഭൂമിക്കടിയിലുള്ള ഈ താൽക്കാലിക മനസ്സിലേക്ക് കൊണ്ടുപോയത് അതൊരു തടവാണ്. എന്നാൽ അവരെല്ലാവരും അവിടെ കിടക്കുമ്പോൾ തന്നെ സ്വർഗീയ പർദീസിലേക്ക് പോകാൻ തക്കണം കാംക്ഷയോടെ കാത്തിരിക്കുക. അതിനെന്ത് സംഭവിക്കണം? ഏദൻ പർദീസിന്റെ വാതിക്കൽ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കെരൂബുകളുടെ വാള് അവിടെ ഇല്ലാതാകണം. അത് കാൽവറിയിൽ തന്റെ മരണത്തോട് ഇല്ലാതായി. നമ്മുടെ കർത്താവായ യേശു എന്ത് ചെയ്തു? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. ഒരു ഭാഗം കൊണ്ടൊന്ന് വായിച്ച് അപ്പോസ്തലർ പ്രവൃത്തി 2:27 മുതൽ. പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ഇനി താഴോട്ട് വായിച്ചു വരുമ്പോഴേ ആ പാതാള ലോകത്തെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ഇതൊരു ഹോംവർക്കരിയാണ്. അടുത്ത ആഴ്ച നിങ്ങൾ ആ ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് വരണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അതുപോലെ പത്രോസിന്റെ ലേഖനത്തിലും 1 പത്രോസില് ഈ ഭാഗത്തെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. മോളെ ആ വാക്ക് ഞാൻ അയച്ചല്ലോ, ഒന്ന് വായിച്ചേ. 1 പത്രോസ് 3:19 വായിച്ചേ. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോവയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആത്മാവിൽ അവൻ പണ്ട് ചെന്നു, പാതാളത്തിലേക്ക് ഇറങ്ങി ചെന്നു, അവിടെ ചെന്ന് പ്രസംഗിച്ചെന്നു. ആ പ്രസംഗം എവിടെ കേട്ടു? അധമ പാതാളത്തിൽ കിടക്കുന്ന അവിടുത്തെ യാതന അനുഭവിക്കുന്നവർ കേട്ടു. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് പ്രൊക്ലെയിം ചെയ്തെന്ന പ്രസംഗം എന്ന് പറഞ്ഞാല് സുവിശേഷം അറിയിക്കില്ലായിരുന്നു, പ്രൊക്ലെയിം ചെയ്തു. യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്ത വിശുദ്ധന്മാർ ഈ പാതാള ലോകത്തിന്റെ മേലത്തെ പാതാളത്തിൽ കർത്താവ് ഇറങ്ങിച്ചെന്നു. അന്നേരം അവിടെ ഹാബേൽ എന്നുള്ള സകല വിശുദ്ധന്മാരുണ്ട്. ഇനി അതിനെക്കുറിച്ചൊരു വിശദീകരണം അടുത്ത ആഴ്ച കേൾക്കും. അവിടെ ചെന്ന് ഇവര് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം നടക്കുന്നവർക്കറിയാം. 50-ാം സംഗതി വായിക്കുന്നു, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ ഒരിക്കൽ കൂട്ടുവീൻ. ഇവരെല്ലാം യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തു വരാ. അവിടെ ചെന്ന് ഇവരെ കണ്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുവിന്റെ കയ്യിലായിരുന്നാൽ തന്റെ കയ്യിലുള്ള താക്കോലോട് തുറന്നപ്പോഴത്തേക്ക് ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാരും സ്തോത്രങ്ങളാൽ ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായി. യേശു പറഞ്ഞു, പ്രൊക്ലെയിം ചെയ്തു. എന്താ പറഞ്ഞു? ഞാൻ നിങ്ങൾ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തല്ലേ, ആ യാഗം ഞാൻ പൂർത്തീകരിച്ചു. അത് പാതാള ലോകത്തിൽ പിളർപ്പിൽ കിടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അത് അടുത്ത ആഴ്ച പറയാം. ഏറ്റവും അടി യാതന അനുഭവിക്കുന്ന സ്ഥലത്ത് കിടക്കുന്ന ദുഷ്ടന്മാരും
ഈ പിളർപ്പിൽ ഒരു കൂട്ടം ദൂതന്മാർ കിടപ്പുണ്ട്. ഇവരെല്ലാവരും ഇത് കേട്ടപ്പോൾ സുവിശേഷം അറിയിക്കലായിരുന്നു, തന്റെ കാൽവരിലെ മരണം വിളംബരം ചെയ്യായിരുന്നു. പാതാള ലോകം മുഴുവൻ അത് കേട്ടു. നീതിമാന്മാരുടെ ആത്മാക്കൾക്ക് സന്തോഷം, ദുഷ്ടന്മാരുടെ ആത്മാക്കും പിളർപ്പിൽ കിടക്കുന്ന ദൂതന്മാരും അവർക്ക് മനസ്സിലായി ഒരു ന്യായവിധി ഇവരുടെ മേലുണ്ടെന്ന്. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. കർത്താവാണ് ഈ താക്കോൽ കൊണ്ട് നടക്കുന്നത്. ദൈവ വചനങ്ങളാണ് നമ്മെ അനുഗ്രഹിക്കട്ടെ.